All right. Assalamu alaikum wa rahmatullahi wa barakatuhu. Hey. This is session 5 of phase 2. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ DVWN ചെയ്യുന്നത് വെബ് ആപ്ലിക്കേഷൻ ഹാക്കിംഗ്. അപ്പോൾ നമ്മൾ SQL ഇഞ്ചക്ഷൻ ആയിരുന്നു അതിന് ചെയ്തത്. ജസ്റ്റ് ഗീവ് എ റൺ ഡൗൺ. അപ്പോൾ അങ്ങനെ SQL ഇഞ്ചക്ഷൻ ചെയ്തു. ഒരു ഇൻപുട്ട് ഫീൽഡ് ആയിരുന്നു. ആ ഇൻപുട്ട് ഫീൽഡിൽ നമ്മൾ പ്രത്യേക രീതിയിലെ ക്വറി കൊടുത്തതോടുകൂടി നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആ അതിൻ്റെ അകത്തുള്ള ആൾക്കാരുടെ യൂസേഴ്സിൻ്റെ പാസ്വേഡ് കിട്ടിയോ ഇല്ല, പാസ്വേഡിൻ്റെ ഒരു ജംബ്ലി ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഓഫ് ആൽഫ ന്യൂമറിക് സ്ട്രിങ് എന്നതിന് പറയാം. അതായത് ആൽഫബറ്റ്സും നമ്പേഴ്സുമുള്ള ഒരു ടെക്സ്റ്റിന് പൊതുവെ IT-യിൽ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് സ്ട്രിങ് കേട്ടോ. സ്ട്രിങ് എന്നാണ് അതിന് പറയുക. ടെക്സ്റ്റിന് സ്ട്രിങ് എന്നാണ് പറയാം. എനിവേസ്, അപ്പം നമ്മൾ അതിനകത്തേക്ക് കടക്കുക. ബിഫോർ ദാറ്റ്, ദിസ് വീക്സ് എപ്പിസോഡ് ആണ് ഈ പാസ്വേഡ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദിസ് ഈസ് ഗോയിങ് ടു കണക്ട് മോർ വേ വെബ് ആപ്ലിക്കേഷൻ അറ്റാക്കോ SQL ഇഞ്ചക്ഷൻ. പൊതുവെ അതിൻ്റെ അകത്തുള്ള ഞങ്ങൾ SQL എന്നൊക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവും. പക്ഷേ പാസ്വേഡ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് യു ആർ ഹിയറിംഗ് ഫോർ ദി ഫസ്റ്റ് ടൈം അല്ലേ? അപ്പോൾ നിങ്ങളുടെ പാസ്വേഡിൻ്റെ സ്ട്രെങ്ത് വിൽ അണ്ടർസ്റ്റാൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി സെഷൻ. കഴിഞ്ഞ ആഴ്ച ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, പാസ്വേഡ്സ് എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ then what's the point of having a strong password? Fantastic question. In fact, ഇന്നത്തെ സെഷനിൽ നിങ്ങൾ ആ ചോദ്യത്തിന് ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. Okay, so I'll share the PDF and we'll jump right in this. We're going to crack the code of passwords. ഞങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പം നിങ്ങളുടെ പാസ്വേഡ് ലെറ്റ്സ് സേ 123 ആണെന്ന് വെക്ക്. ദാറ്റ്സ് എ വെരി വീക്ക് പാസ്വേഡ്. അതാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് എങ്കിൽ ഡു യു തിങ്ക് ഇൻസ്റ്റഗ്രാം അതെങ്ങനെയാണ് സേവ് ചെയ്യുക? ഇപ്പം ഉദാഹരണത്തിന് ഹാനി, ഓക്കെ ബ്രദർ ഹാനിൻ്റെ പാസ്വേഡ് 123 അല്ലെ സിസ്റ്റർ റിൻഷ, അവരുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ലെറ്റ്സ് സേ റിൻഷ ഒഫീഷ്യലിൻ്റെ പാസ്വേഡ് എന്താ പറയുക ABCDEFG. അങ്ങനെയാണോ സേവ് ചെയ്യുക നിങ്ങൾക്ക് തോന്നുന്നത്? നോ, അങ്ങനെയല്ല സേവ് ചെയ്യുക. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ അതിനെ ഒരു ഹാഷ് ആക്കി കൺവേർട്ട് ചെയ്യും. വാട്ട് ഇസ് ഹാഷ് ഫംഗ്ഷൻ? What is dehashing? We'll jump into the PDF. It'll make a lot of sense. Okay, we'll jump into the PDF. All right, so let me know if you can see the screen. All right, okay, can you see the screen? Say yes in the chat if you can see the screen. Yes, good. Okay, so cracking the code, passwords, hashes, hashcat. And then hashcat, why is there a meow cat in this? We'll get to that. Hashcat എന്ന് പറയുന്ന ഒരു ടൂളാണ്. Okay, anyways, hey, we have the hashes. Now what? Okay, അപ്പോൾ എന്താണ് ഹാഷസ്? നമുക്ക് കഴിഞ്ഞ ആഴ്ച എന്താണ് ഹാഷസ് കിട്ടിയെന്നൊക്കെ നമുക്ക് വിൽ ജസ്റ്റ് ഗോ ബാക്ക്. ഓക്കെ, നമുക്ക് ഒന്ന് ആ ഹാഷസ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയതെന്നൊന്നും നമുക്ക് എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ let me just boot up my Kali Linux. Let me share the screen. Let me wait a second. Let me just just give me a second. Let me open my Kali. Okay, let me know if you can see the screen. Screen കാണുന്നുണ്ടോ? no. Okay, സ്ക്രീൻ കാണുന്നുണ്ടോ? കാലി ലിനക്സ് ഈ സൈഡിൽ കാണുന്നുണ്ടോ? ഇവിടെ ഒരു ബ്ലാക്ക് സ്ക്രീൻ ആണുള്ളത്. ലെറ്റ് മീ ജസ്റ്റ് ബൂട്ട് ദിസ് അപ്പ്. ഇവിടെ നടുവിലൊരു ചാറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് സ്ക്രീന് മറയുന്നുണ്ടോ? ഇവിടെ ചാറ്റ് മറയുന്നുണ്ടോ? ഇഫ് ഇറ്റ്സ് കവറിങ് സേ ഇല്ല. ഓക്കെ, ഗുഡ്. Okay, so I'll just keep the chat window over here. Okay, അപ്പം നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഈ ക്രാക്ക് എനിത്തിങ് നമുക്ക് എങ്ങനെയാണ് ഈ ഹാഷസ് എന്താ കിട്ടിയത്? പാസ്വേഡ്സ് നമ്മൾ സ്റ്റോർ ചെയ്ത് ഹാഷസ് ആയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ലെറ്റ്സ് ജസ്റ്റ് ഗോ ബാക്ക് ഇൻ പ്രീവിയസ് എപ്പിസോഡ് വാട്ട് ഡിഡ് വി ഡു? ഓക്കെ, അപ്പം വി ജസ്റ്റ് കോപ്പി പേസ്റ്റ്. നമുക്ക് നമ്മൾ ഡോക്കർ എന്താ, ഐ എം നോട്ട് ഗോയിങ് ടു റൺ ത്രൂ ഓവർ ദാറ്റ്. നമ്മളതെല്ലാം കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ you can ask me, or it's there in the previous session. All right, it's there in the previous PDF. That's quicker. Okay, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാം. I'll put in my Kali password. Okay, okay, now containing okay, if started. Okay,
run dbw server and container. Okay, already it's already there. Okay, so I will just go to my, I'll type in enable to connect. Just give me a second. There seems to be a connection issue. Let's go back. Okay, just give me a second. Okay, there seems to be a problem. Anyways, we'll skip that part. ഇത് കഴിഞ്ഞ ആഴ്ചത്തേതായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെയായിരുന്നു എത്തേണ്ടത്. I was just planning to give you in last week episode നമ്മൾ എവിടെയാണ് നിർത്തിയതെന്ന്. Anyways, കഴിഞ്ഞ സെഷനിൽ alright, okay, let's continue from here. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ എങ്ങനെ, if you go back to the previous episode, നമ്മൾ നിർത്തിയപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഉണ്ടായത് ഇതാണ്. ഓക്കെ, അതായത് നമ്മളൊരു പ്രത്യേക രീതിയിൽ നമുക്ക് എന്തോ നമ്മളുടെ DVW വർക്ക് ചെയ്യുന്നില്ല. ദാറ്റ്സ് എ പ്രോബ്ലം. ഓക്കെ, നമുക്ക് ഒന്നുകൂടി കാണിച്ചു തരുമായിരുന്നു. എനിവേസ്, ഇതായിരുന്നു ഇവിടെയാണ് നമ്മൾ അവസാനം നിർത്തിയത്. അതായത് നമ്മൾ SQL വിൻഡോയിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇത് കൊടുത്തപ്പോൾ നമുക്ക് ഇത് കിട്ടി. അതായത് ഫസ്റ്റ് നെയിം ഇത്, ഓക്കെ, സർനെയിമിന് പകരം എന്ത് ചെയ്തു, അവരുടെ പാസ്വേഡിൻ്റെ, ഓക്കെ, ബിഫോർ ഐ ആസ്ക്, ഇത് അവരുടെ പാസ്വേഡ് ആണ് ഇവിടെ കൊടുത്തത്. വാട്ട് ഡു യു തിങ്ക്, ഇസ് ദിസ് ദിയർ പാസ്വേഡ് ദാറ്റ് ഇസ് ദിയർ ഇൻ ദിസ്? Can I get a yes or no in the chat? What do you guys think? No, ഇത് നമ്മളുടെ പാസ്വേഡ് അല്ല. ഇതെന്താന്ന് വെച്ചാൽ ദിസ് ഇസ് ഹാഷസ്. അവരുടെ പാസ്വേഡിനെ ഹാഷസ് ആയി കൺവേർട്ട് ചെയ്ത്. ഇറ്റ്സ് എ വെരി ഗുഡ് അനാലജി. ഓക്കെ, എന്താണ് ഹാഷസ്? ഓക്കെ, ഫസ്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഹാഷസ് കിട്ടി. വിൽ സേവ് ദാറ്റ്. ഇറ്റ്സ് ഓൾറെഡി സേവ്ഡ് ഓവർ ഹിയർ ഇൻ ദ PDF. ഇതാണ് നമ്മൾ അവസാനം, ഇവിടെയാണ് നമ്മൾ അവസാനിച്ചത്. ഓക്കെ, നൗ നമുക്ക് എന്താണ്, ഇത് ഒരു ടെക്സ്റ്റിൽ, ഒരു ടെക്സ്റ്റ് ഫയലിൽ നമുക്ക് സേവ് ചെയ്യണം. ഓക്കെ, സോ ഹൗ ഡു വി ഡു ദാറ്റ്? ഫസ്റ്റ് ലെറ്റ്സ് ക്ലിയർ ദ സ്ക്രീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ എക്കോ കമാൻഡ് പഠിച്ചിരുന്നു. ഫസ്റ്റ് എക്കോ എന്ന് ടൈപ്പ് ചെയ്തിട്ട്, ഇൻസ്റ്റെഡ് ഓഫ് മീ കോപ്പിങ്, ഐ ക്യാൻ ജസ്റ്റ് കോപ്പി ദിസ് പാർട്ട്, I'll paste this over here. Okay, in fact, I'll just copy the whole thing and I'll just explain. That'll be easier. As I always say, the PDF is your best friend. Okay, അപ്പോൾ ഇതെന്താ, നമ്മൾ എൻ്റർ അടിക്കുന്നതിന് മുമ്പ് let's just go through what this is. Okay, echo എന്ന് വെച്ചാൽ എന്ത് ചെയ്യും, it prints that text to the screen but be redirected to a file. നമ്മൾ മുമ്പ് ബ്രദർ അയാൻ്റെ മെറ്റസ്പ്ലോയിറ്റബിൾ ഹാക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു, എക്കോ എന്നാണ് കൊടുത്തത്. എക്കോ ചെയ്താൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ആ സാധനം സ്ക്രീനിൽ കാണിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ആ സാധനം സ്ക്രീനിൽ കാണിക്കും, ജസ്റ്റ് ദാറ്റ്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, എക്കോ ചെയ്തിട്ട് നമ്മൾ പറയുകയാണ്, ഓക്കെ, ഇത് എക്കോ ചെയ്ത് നിങ്ങൾ കാണിക്കണം. പക്ഷെ അത് നിങ്ങൾ കാണിക്കല്ല വേണ്ടത്, അത് നേരെ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി ഇടുക, അത് നേരെ കൊണ്ടുപോയി ഈ ഒരു ടെക്സ്റ്റ് ഫയലിൽ, ഈ ഒരു ഫയലിൽ കൊണ്ടുപോയി ഇടുക. ഒരു ഫയൽ ഉണ്ടാക്കുക, dbwa_hashes.txt എന്ന് പറയുന്ന ഫയൽ കൊണ്ടുപോയി ഇടുക. ഓക്കെ, സോ ദാറ്റ് ടെക്സ്റ്റ് ടു ദ സ്ക്രീൻ ബട്ട് ബി റീഡയറക്റ്റഡ് ടു എ ഫയൽ ഇൻസ്റ്റെഡ്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ എവിടെയാണ് ഇത് കൊണ്ടുപോയി ഇടേണ്ടത്? ക്രിയേറ്റ്സ് എ ന്യൂ ഫയൽ കോൾ dbwa.txt in your home folder and writes that first hash into it. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ആദ്യത്തെ ഇതിൽ നിങ്ങൾക്ക് ഒറ്റ ഗ്രേറ്റർ ദാൻ സിമ്പിൾ അല്ലെങ്കിൽ ഒരു ആരോ സിമ്പിളേ കാണാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ മുതൽ രണ്ടെണ്ണം കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യത്തെ ഇതിൽ നമ്മളൊരു പുതിയൊരു ഫയൽ ഉണ്ടാക്കുകയാണ്. രണ്ടാമത്തെ മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഫയലിലേക്ക് അത് കയറ്റാണ്. ദിസ് ഇസ് നോട്ട് ദ തിങ്, വി ആർ ഗെറ്റിംഗ് ടു ദ ജ്യൂസി പാർട്ട്. ഓക്കെ, ദിസ് ഇസ് ജസ്റ്റ് we're just getting there. Okay, it all make sense. Okay, so please wait with me, bear with me. Okay, I'll press enter. Okay, nothing happens. Okay, എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഫയൽ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ മുമ്പ് phase 1-ൽ പഠിച്ചിരുന്നത് cat കമാൻഡ് ചെയ്താൽ ഒരു ഫയലിൻ്റെ ഉള്ളിലുള്ള സാധനം നമുക്ക് കാണണമെങ്കിൽ കാലി ലിനക്സിലുള്ള കമാൻഡാണ് meow cat കമാൻഡ്. ഓക്കെ, സോ we take that. ഓക്കെ, അപ്പം cat കമാൻഡ്, സോറി, ക്ലിയർ cat. അപ്പം ഓക്കെ, ഇവിടെയുള്ള dbw.txt എന്ന് പറയുന്ന cat അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് കാണിച്ചു തരും. ഓക്കെ, നമ്മൾ സേവ് ചെയ്ത ഹാഷസ് ആണ്. എന്താണ് ഈ ഹാഷസ് എന്ന് വെച്ചാൽ, നമ്മളൊരു
ഇതാണ് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ SQLന്റെ ഒരു സെർവർ ഹാക്ക് ചെയ്തു. ആ ഹാക്ക് ചെയ്തപ്പോൾ നമുക്ക് യൂസേഴ്സിന്റെ പാസ്വേഡ്സ് കിട്ടിയില്ലേ, അതിന്റെ ഹാഷസ് ആണ് കിട്ടിയത്. ഓക്കെ, അത് എന്തൊക്കെയോ സ്ട്രിങ്സ് ആണ് കിട്ടിയത്. പക്ഷെ ഇത് നമുക്ക് തിരിച്ച് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? പാസ്വേഡ്സ് ആയിട്ട് മനസ്സിലാവണം. അതെങ്ങനെയാണ് എന്നാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ PDF. യു ഷുഡ് സീ 4 hashes 1 per line. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങളിൽ ചിലപ്പോൾ ചില മിസ്റ്റേക്സ് വന്നാലാണ് നമ്മൾ നിങ്ങൾക്ക് ഈ ട്രബിൾ ഷൂട്ടിംഗ് പാർട്ട് ആവശ്യമുള്ളൂ. ഇഫ് എവറിത്തിങ് ഇസ് വർക്കിംഗ് ഫൈൻ, ജസ്റ്റ് സ്കിപ്പ് ദ ട്രബിൾ ഷൂട്ടിംഗ് പാർട്ട്. ഓൾറൈറ്റ്, ഓക്കെ. സോ വാട്ട് ഇസ് എ ഹാഷ്? എന്താണ് ഹാഷ്? I'll explain that. ഒരു ബ്ലെൻഡർ. ഓക്കെ, okay, let me just check. Is everyone here in the chat? Can I get a yes in the chat regardless? I just want to know if you guys are here in the session. Okay, okay, good, alhamdulillah. Okay, so ഒരു ബ്ലെൻഡർ എടുക്കുക. ഓക്കെ, ഒരു മിക്സി എടുക്കുക. ആ മിക്സിൻ്റെ ഉള്ളിൽ ഒരു മാങ്ങ കിട്ടും. നമ്മൾ ഓണാക്കി, നമുക്ക് മാങ്ങ ജ്യൂസ് കിട്ടി. പക്ഷേ ഈ മാങ്ങ ജ്യൂസിന് നമുക്ക് തിരിച്ച് മാങ്ങയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? നോ. ഓക്കെ, you cannot put the juice back in the blender and get the mango back. The process is completely one way. You can go forward, mango to juice. You cannot go backwards, juice to mango. Okay, അത് ക്ലിയർ ആണോ? Is that clear? It's pretty straightforward, right? അതായത് അങ്ങോട്ടേ പോളൂ, പിന്നോട്ട് പോകില്ല. മാങ്ങയിൽ നിന്ന് മാങ്ങ ജ്യൂസിലേക്ക് പോകാൻ പറ്റും, പക്ഷെ മാങ്ങ ജ്യൂസിൽ നിന്ന് തിരിച്ച് മാങ്ങയിലേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഹാഷിംഗ്. That is hashing. Okay, ജസാക്കല്ലാഹ് ഖൈർ ബ്രദർ അയാൻ. അതായത് hashing is exactly that blender. Your password goes in. നമ്മളെ പാസ്വേഡ് ഇപ്പം let's say my cat's name is Elena. Okay, അപ്പം my password is I love Elena or I love my cat Elena. Okay, അപ്പോൾ ഈ I love my cat Elena എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഹാഷ് ചെയ്തിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും. ഒരിങ്ങനെ നേരത്തെ നമ്മൾ ഇത് കണ്ടുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടും. പക്ഷെ അങ്ങനത്തെ ഒരു സാധനം കിട്ടി അത് തിരിച്ച് I love my cat എലേനയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. It's working like a blender. Okay, let's continue reading. Hashing is exactly that blender. Your password goes in a fixed length string. അതായത് string എന്ന് പറയുന്നത്, let me make it easier, text of random looking characters comes out. Same password always gives same hash, but you cannot reverse the same hash back into password. It's mathematically impossible. In fact, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പം I don't know if network work ചെയ്യാം. Identify hash generator. Good. Okay, നിങ്ങളുടെ ഇപ്പം എന്താണ് നിങ്ങളുടെ ഹാഷ്? ഓക്കെ, ഇപ്പം അമൻ എന്നടിച്ച അമൻ്റെ ഹാഷ് വാല്യൂ. ഓക്കെ, അമൻ്റെ ഹാഷ് എന്ന് വെച്ചാൽ ഇതാണ്. ഓക്കെ, MD5 എന്ന് പറയുന്ന ഒരു ആൽഗോറിതം, ഒരു സ്പെസിഫിക് മാത്തമാറ്റിക്കൽ ആൽഗോറിതത്തിൻ്റെ ഉള്ളിലൂട്ടി അതിൻ്റെ ഉപ്പും മുളകും ആഡീഷനും അങ്ങനെ എന്തൊക്കെ കേൾക്കുന്നില്ല? ഹലോ, പറയുന്നത് കേൾക്കുന്നുണ്ട് ഇപ്പം? ഓക്കെ, അപ്പൊ അമന്റെ ഹാഷ് വാല്യൂ ഇത് തന്നെയായിരിക്കും. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഇപ്പം ജസ്റ്റ് delete case hash value. You know what, I'll open in my browser കാരണം എൻ്റെ കയ്യിൽ ഇതുണ്ട്, ഹറാം ബ്ലർ ഉണ്ട്. അപ്പം എന്തെങ്കിലും നടിമാർ വാല്യൂ. Okay, okay. In the 2017 Kerala actor assault case, alphanumeric hash value is not publicly disclosed for security. However, the volume hash get changed while hash. This change in the memory cloud was legal or welcome. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ആർക്കെന്തെങ്കിലും മനസ്സിലായോ? അതായത് ഒരു കാര്യത്തിന്റെ ഒരു അക്ഷരം മാറിയാൽ എന്ത് സംഭവിക്കും? ഹാഷ് വാല്യൂ മാറും. ഒരു ഒറ്റ ഇപ്പം അമൻ എന്നുള്ളത് AMAN, ക്യാപിറ്റൽ A മാറി സ്മോൾ എ ആയാൽ ഹാഷ് വാല്യൂ മാറും. ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം എന്തായിരുന്നു? MD5 ഹാഷ് ജനറേറ്റർ. ഓക്കെ, ഇപ്പം ഇവിടെ പോയിട്ട് കണ്ടോളെ, അമൻ ഇതല്ലേ? ഓക്കെ, ലെറ്റ്സ് ജസ്റ്റ് റിമെമ്പർ ദ ഫസ്റ്റ് or the last
B426 ആണ് ലാസ്റ്റ്. ഓക്കെ, പിന്നെ കണ്ടോ ക്യാപിറ്റൽ എ മാറിയാൽ മൊത്തം ഈ സാധനം മാറി. കണ്ടോ, ഒരക്ഷരം മാറിയാൽ ഇനിയിപ്പം അമൻ എന്നുള്ളത് ഇവിടെ ഒരു സ്പേസ് കൊടുത്താൽ മൊത്തം സാധനം മാറി. ഓക്കെ, അപ്പം ദി മൈന്യൂട്ടസ്റ്റ് ഓഫ് ചേഞ്ചസ്, അതായത് ഒരു വീഡിയോന് എല്ലാത്തിനും ഹാഷ് വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ ഒരു വീഡിയോക്ക് ഹാഷ് വാല്യൂ ഉണ്ടാവും. ആ വീഡിയോയിലുള്ള നിങ്ങൾ ആ വീഡിയോയിലുള്ള ഒരു പിക്സൽ മാറ്റിയാൽ, അപ്പം ഹാഷിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ? എൻക്രിപ്ഷൻ പോലെ. ഫെൻറ്റാസ്റ്റിക് ചോദ്യം. ഹാഷിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, വെരി ഗുഡ് ചോദ്യം, ഫെൻറ്റാസ്റ്റിക് ചോദ്യം. ഹാഷിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടങ്ങി. ഓക്കെ, ഞാനൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇൻഫാക്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇറ്റ്സ് കമ്മിങ് ഓവർ ഹിയർ. എവിടെ അറിയോ? ഇന്നത്തെ വീഡിയോ ഞാനത് കൊടുത്തിരുന്നു, ആ ചോദ്യത്തിന് ഉത്തരം. ഓക്കെ, എനിവേസ്, ഇത് എന്തിനാന്ന് വെച്ചാൽ, ഹാഷിന്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു സോഷ്യൽ മീഡിയ വേണ്ട, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ കൊടുത്തത്, ലെറ്റ്സേ നിങ്ങൾ കൊടുത്തത് എൻ്റെ ഇപ്പം ഞാൻ ലെറ്റ്സേ ഞാൻ കൊടുത്തത് കുറ്റിയാടി 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 123 എന്നാണ് എൻ്റെ പാസ്വേഡ് കൊടുത്തതെന്ന് വെച്ചോ. ഇങ്ങനെയാണ് കൊടുത്തതെങ്കിൽ അങ്ങനെ ഒരുപാട് ആളുകളുടെ പാസ്വേഡ് ഇൻസ്റ്റാഗ്രാമിൽ സേവ് ചെയ്ത്, ഇപ്പം അമ്മൻ്റെ പാസ്വേഡ് കുറ്റിയാടി 123, ഹാനിൻ്റെ പാസ്വേഡ് എന്താണ് ഐ ലവ് കാറ്റ്സ്, സിസ്റ്റർ റിൻഷൻ്റെ പാസ്വേഡ് ASDFGH, അങ്ങനെ. അപ്പം അങ്ങനെ തന്നെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് സേവ് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇത് ഒരുപാട് പേർപ്പസ് ഉണ്ട് ഹാഷ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം. പക്ഷെ ഒന്നാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സെർവർ എപ്പെങ്കിലും ഹാക്കായി എന്ന് വെച്ചോ, അപ്പം എന്ത് സംഭവിച്ചു? ഈ ഹാക്കേഴ്സിന് നിങ്ങളുടെ പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടി, അതായത് നിങ്ങളുടെ പാസ്വേഡ്, ഒറിജിനൽ പാസ്വേഡ് തന്നെ അവർക്ക് കിട്ടി. പക്ഷേ ഇത് ഹാഷ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, അതായത് ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ പാസ്വേഡ് സ്റ്റോർ ചെയ്യുമ്പോൾ പ്ലെയിൻ ടെക്സ്റ്റിന് പകരം അതിൻ്റെ ഹാഷ് വാല്യൂ ആണ് സേവ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ കണ്ടോ, കുറ്റിയാടി 123 പകരം അവരുടെ ഹാക്കേഴ്സ് കാണുക ഇതാണ്. ഓക്കെ, അവർക്ക് ഈ വാല്യൂ കിട്ടിയിട്ട് അവർക്കൊരു കാര്യമില്ല. ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. പക്ഷേ ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടി, മൾട്ടിപ്പിൾ എക്സ്ട്രാ സ്റ്റെപ്സ് ചെയ്താലേ അവർക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ഡയറക്റ്റ്ലി ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം അഥവാ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡാറ്റ ബേസ് ലീക്കായാൽ തന്നെ അതെന്താണ്, അത് അവരുടെ പാസ്വേഡ്സ് ഹാഷ് വാല്യൂ ആയിട്ടായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവുക. ആ ഹാഷ് വാല്യൂ ഡിഹാഷ് ഒക്കെ ചെയ്ത്, ഓക്കെ ഇറ്റ് മേക്ക് സെൻസ്. നമ്മൾ അപ്പം ചോദിക്കാം, ഡിഹാഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഒരു ഹാഷ് വാല്യൂ ഇപ്പം ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് തിരിച്ച് പാസ്വേഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ then what's the point? ഫാന്റാസ്റ്റിക് ചോദ്യം. ഇറ്റ്സ് കമ്മിങ് ടുഡേസ് സെഷൻ. ഓക്കെ, വിൽ കണ്ടിന്യൂ. ഉത്തരം ഇസ് കമ്മിങ്. ഓക്കെ, അപ്പോൾ when you create an account on a website, okay, this is the uttaram to that. The website runs your password through a hashing function and stores only the output. അതായത് ആ ഹാഷ് വാല്യൂ ഈ സംഭവം മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. ഓക്കെ, when you log in the next time എന്താ ചെയ്യുക? ഇറ്റ് ഹാഷസ് വാട്ട് യു ടൈപ്പ് ആൻഡ് കമ്പയർസ് ദി ടു. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പം നിങ്ങളെ പാസ്വേഡ് അടിക്കില്ല, ആ പാസ്വേഡ് സെയിം ടൈപ്പിൽ അവർ ഹാഷ് ചെയ്യും. എന്നിട്ട് ഈ ഹാഷ് വാല്യൂ ഉണ്ടോ അവരുടെ ഡാറ്റാബേസിൽ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഇവിടെ തന്നെയായിരുന്നു. വൈ വെബ്സൈറ്റ്സ് ഹാഷ് പാസ്വേഡ്സ്? ഇഫ് എ വെബ്സൈറ്റ് സ്റ്റോർഡ് പ്ലെയിൻ ടെക്സ്റ്റ് ആൻഡ് ഗോട്ട് ബ്രീച്ച്ഡ്, ഓക്കെ, ബ്രീച്ച് എന്ന് വെച്ചാൽ അവരുടെ ഡാറ്റാബേസ് ഹാക്ക് ആയാൽ എവറി യൂസേഴ്സ് പാസ്വേഡ് ഇസ് ഇമ്മീഡിയറ്റ്ലി എക്സ്പോസ്ഡ്. ഹാഷിംഗ് ദ അറ്റാക്കർ ഓൺലി ഗെറ്റ്സ് ദി ജ്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാങ്ങനെ ജ്യൂസ് ആക്കാൻ പറ്റും, പക്ഷേ ജ്യൂസിനെ തിരിച്ച് മാങ്ങയാക്കാൻ പറ്റില്ല. ദേ കനോട്ട് റിവേഴ്സ് ഇറ്റ് ബാക്ക് ടു ദി മാംഗോ. ബട്ട് ആസ് വി ആർ അബൌട്ട് ടു സീ, that does not mean the password is safe forever. It entirely depends on how strong the original password was. ഇവിടെയാണ് നമ്മൾ പാസ്വേഡിൻ്റെ സ്ട്രെങ്ത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പാസ്വേഡ് വെക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ കോമൺ പാസ്വേഡ്സ് വെക്കരുത്, 123 123 123, അല്ലെങ്കിൽ ഇത് വെക്കരുത്, നിങ്ങളെ പേഴ്സണലി ഐഡൻറ്റിഫയബിൾ കാര്യങ്ങൾ വെക്കരുത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കും. ഓക്കെ, വൈ ആർ ദേ സെയിങ് ദാറ്റ്? ഓക്കെ, പൊതുവെ ആളുകൾ ഇൻസ്ട്രക്ഷൻസേ കേൾക്കുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പം, സിമ്പിൾ എക്സാമ്പിൾ, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ബെൽറ്റ് ഇടണം എന്നേ ആളുകൾ, ആ ഇൻസ്ട്രക്ഷൻസേ ആളുകൾ കേൾക്കുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അറിയോ, ഒരുപാട് വണ്ടികളിൽ ബെൽറ്റ് ഇട്ടാലേ എയർ ബാഗ് വർക്ക് ചെയ്യുള്ളൂ. അതായത് നിങ്ങൾ ഈ ബെൽറ്റ് ഇട്ടാൽ അതിൻ്റെ ബാക്കിൽ അവർ പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഓക്കെ, ഒബ്വിയസ്ലി ഒരു കാരണം പെട്ടെന്ന് ജേക്കാകുമ്പം പിടിച്ചു വെക്കാനാണ്. അതിന് പുറമെ വേറെ കാരണങ്ങളുണ്ട്. എന്ത്? സീറ്റ് ബെൽറ്റ് ഇട്ടാൽ എയർ ബാഗ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഒരാൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ എയർ ബാഗ് വർക്ക് ചെയ്യില്ല. അപ്പം എന്തെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സ്റ്റോപ്പ് വന്ന അയാൾ നേരെ പോയി തല എവിടെ അടിക്കും? അതിനടിക്കും, എയർ ബാഗിലേക്ക് അടിക്കില്ല, കാരണം എയർ ബാഗ് വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പം അതുപോലെ മൈ പോയിന്റ് വാസ്,
എന്തിനാണ് നിങ്ങളുടെ പാസ്വേഡിൽ നിങ്ങൾ ന്യൂമറിക്കൽസും സിമ്പിൾസും സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും യുണീക്കായിട്ടുള്ള പാസ്വേഡ് വെക്കണം എന്ന് പറയുന്നത് ഇവിടെ പറയും. കാരണം ഹാഷ് ചെയ്താലും ഹാഷ് ചെയ്തിട്ട് നിങ്ങളെ പാസ്വേഡ് കണ്ടുപിടിക്കാൻ പറ്റും എന്താണെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് അത് കോമൺ പാസ്വേഡ് ആണെങ്കിൽ. ഓക്കെ, അതെങ്ങനെയാണ് അവർക്ക് കണ്ടുപിടിക്കുക? അതിൻ്റെ ചരിത്രം ഇപ്പോൾ വരാൻ പറ്റുന്നുണ്ട്. ഒരു 1900 അല്ലെങ്കിൽ 2007 സംഭവിച്ചൊരു കാരണം, ഒരു സെർവർ ഹാക്ക് ആയതാണ് അതിന്റെ കാരണം. We'll get to that. Okay. Now, part of cracking the recipe book. Now, it's a completely separate situation. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി പറയാം. നമുക്ക് മാങ്ങ ബ്ലെൻഡറിലിട്ട് ജ്യൂസ് ആക്കാം, പക്ഷെ ജ്യൂസ് തിരിച്ച് മാങ്ങ ആക്കാൻ പറ്റില്ല. പക്ഷെ വേറെ സിറ്റുവേഷൻ, നമുക്കങ്ങനെ മാങ്ങ ജ്യൂസ് കിട്ടി, പക്ഷെ നമുക്ക് അപ്പം നിങ്ങളൊരു ഫ്രണ്ടിന് കൊടുത്തു. ആ ഫ്രണ്ട് കാണുന്നത് എന്ത് മാത്രമാണ്? ഒരു ബോട്ടിൽ, ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ ഒരു ലിക്വിഡാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് അറിയില്ല ഇത് ഏത് ഫ്രൂട്ടിൽ നിന്നാണ് വന്നത് എന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക? ഒബ്വിയസ്ലി അതിനെ തിരിച്ച് ബ്ലെൻഡറിൽ കൊഴിച്ചാൽ അത് തിരിച്ച് മാങ്ങയായിട്ടോ അല്ലെ ആ ഫ്രൂട്ടായിട്ട് വരില്ല. പക്ഷേ വാട്ട് ഇഫ് ഒരു റെസിപ്പി ബുക്ക് ഉണ്ട്. ആ റെസിപ്പി ബുക്കിൽ എല്ലാ ജ്യൂസസിൻ്റെയും 14 മില്യൺ ഫ്രൂട്ട്സും അവരുടെ ജ്യൂസ് എങ്ങനെ ഉണ്ടാവും, ഏത് കളറിലാണ് ഉണ്ടാവുക എന്ന് ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്ക് ഉണ്ടെങ്കിൽ എന്താണ്, ഒരാൾക്ക് എളുപ്പമാണ്. ഒരാൾക്ക് എന്ത് ചെയ്യാം? ഒരാൾക്ക് ആ ജ്യൂസ് എടുക്കാം. ആ ജ്യൂസ് എടുത്തിട്ട് അവൻ്റെ കയ്യിലുള്ള ജ്യൂസ് എടുക്കാം. എന്നിട്ട് ആദ്യത്തെ പേജ് നോക്കും. ആദ്യത്തെ പേജ് നോക്കിയിട്ട് ഈ ജ്യൂസിൻ്റെ കളറും അതിൻ്റെ അപ്പുറത്തെ ഫ്രൂട്ടിൻ്റെ കളറും ഉണ്ടാവും, ഫ്രൂട്ടും ഉണ്ടാവും. അപ്പം നോക്കുക, ഓക്കെ ഈ കളർ മാച്ച് ആകുന്നുണ്ടോ? ഇല്ല. അടുത്ത പേജ് എടുക്കും. ഓക്കെ, ഇത് കുറച്ച് പിങ്കിഷ് ആണ്, ഇത് സ്ട്രോബെറിൻ്റെ ആണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് ഇവിടെയാണ് വരേണ്ടത്. റൈറ്റ്, സ്ട്രോബെറിയാണ് ഇവിടെ വരേണ്ടത്, ഇവിടെ മാംഗോ ആണ് വരേണ്ടത്. ഓക്കെ ഓക്കെ, അങ്ങനെ സ്ട്രോബെറിൻ്റെ കളർ മാച്ച് ആകുന്നില്ല. ഓക്കെ, അടുത്ത ഗോവ അല്ലെ പേരക്ക ഇല്ല, മാച്ച് ആകുന്നില്ല. കളർ ഇങ്ങനെ ഓരോന്നായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഈ ജ്യൂസിനെ, ഈ റെസിപ്പി ബുക്കിൽ എല്ലാ ജ്യൂസിൻ്റെയും ഫോട്ടോസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ജ്യൂസിനെ ജ്യൂസായിട്ടാണ് കമ്പയർ ചെയ്യുക. അങ്ങനെ ഈ ജ്യൂസിനെ ജ്യൂസായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് ഈ ജ്യൂസിൻ്റെ ഇത് മാച്ച് ആയാൽ അതിനിപ്പുറത്ത് എന്തുണ്ട്? ഈ ജ്യൂസ് എന്ത് ഫ്രൂട്ടിലാണ് വന്നത്, ഫ്രൂട്ടിൻ്റെ പിക്ചർ ഉണ്ട്. അപ്പോൾ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ജ്യൂസ് ഏത് ഫ്രൂട്ടിൽ നിന്നാണ് വന്നത് എന്ന് അയാൾക്ക് മനസ്സിലാവും. വെയിറ്റ്, ബിഫോർ ദാറ്റ് ആം ഐ മേക്കിംഗ് സെൻസ്? ഞാനിപ്പോൾ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഈ റെസിപ്പി ബുക്കൊക്കെ വെച്ച് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നില്ല? Can I get a yes or a no in the chat, please? മറ്റേ ഡിക്ഷണറി അറ്റാക്ക് പോലെ, യെസ് വി ആർ ഗെറ്റിംഗ് ടു ദാറ്റ്. വി ആർ ഗോയിങ് ടു ഡു ദാറ്റ് ഇൻഷാല്ലാ. ഓക്കെ, വി ആർ ഗോയിങ് ടു ഡു എ ഡിക്ഷണറി അറ്റാക്ക്. മനസ്സിലാകുന്നില്ല? മൗനം മനസ്സിലാകുന്നില്ല എന്നുള്ള ഉത്തരം കുറച്ചൊക്കെ. ഓക്കെ, I'll explain again. Others? Going well? Okay, good. Sister Zenna, Brother Hani, Brother Ayan. പകുതി. ഓക്കെ, നമുക്ക് ഒന്നുകൂടി പറയാം. എല്ലാം മനസ്സിന് വായിച്ചോളാം. ഓക്കെ, ഒരു മാങ്ങ. ഇപ്പം ആരെ കയറി വന്നിട്ട് നമ്മൾ കുക്കറി ഷോ പഠിപ്പിക്കുന്നതായിരിക്കും. ഒരു മാങ്ങ, ഒരു മിക്സി, മാങ്ങനെ മിക്സിയിലിട്ടു, അടിച്ചു. ഓക്കെ, എന്നിട്ട് മാങ്ങ ഓക്കെ, മാങ്ങ വേണ്ട, മാങ്ങ ഇസ് ടു ഒബ്വിയസ്. ഡ്രാഗൺ ഫ്രൂട്ട്. ഓക്കെ, ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നൊരു ഫ്രൂട്ട് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഡ്രാഗൺ ഫ്രൂട്ട്, ഇത് ആരെങ്കിലും കണ്ടിനോ ഈ ഫ്രൂട്ട് മുമ്പ്? സീൻ ദിസ് ഫ്രൂട്ട്? ജസ്റ്റ് ജോയിൻ. ഓക്കെ, ഈ ഫ്രൂട്ട് ആരെയും കണ്ടിനോ? മുമ്പ് കണ്ടിനോ ഈ ഫ്രൂട്ട്? ഓഫ് കോഴ്സ് കണ്ടില്ലേ, അത് കണ്ടിനെ. ഓക്കെ, ഡ്രാഗൺ ഫ്രൂട്ടും വേണ്ട, വേറെ ഫ്രൂട്ട് കാണിച്ചു തരാം. സിന്തോൾ. ഈ ഫ്രൂട്ട് ആരെയും കണ്ടിനോ മുമ്പ്? ഇത് കണ്ടിനോ? സീ ദിസ് ഫ്രൂട്ട് ബിഫോർ? നോ. ഞാനിപ്പോൾ എടുത്താണ്, വളരെ റീസെൻ്റ്ലിയാണ് ഞാൻ ഈ ഫ്രൂട്ട് കണ്ടത്. ഓക്കെ, അപ്പം ലെറ്റ്സ് സേ ഞാൻ എൻ്റെ കിച്ചണിലേക്ക് വന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ സിന്തോൾ എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ജ്യൂസ് അടിച്ചു. എനിക്കറിയാം ഇതേത് ഫ്രൂട്ടാണ്, എന്നിട്ട് എനിക്കറിയാം. ഞാൻ മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തന്നു? നിങ്ങൾക്ക് ഈ ജ്യൂസ് കൊണ്ടു തന്നു. നിങ്ങൾക്ക് ഈ ജ്യൂസ് കണ്ടിട്ട് നിങ്ങൾ കാണുന്ന ഒരു വൈറ്റ് ലിക്വിഡ് മാത്രമാണ്. ലെറ്റ്സ് സേ നിങ്ങൾ ടേസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഈ വൈറ്റ് ലിക്വിഡ് കണ്ടാൽ, പ്ലീസ് ആൻസർ മീ, ഈ വൈറ്റ് ലിക്വിഡ് കണ്ടാൽ, ഓക്കെ, ഇതിനെ ജ്യൂസ് അടിച്ച് ലിക്വിഡ് കണ്ടാൽ ഇത് ഏത് ഫ്രൂട്ട് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവോ? നോ, ഒബ്വിയസ്ലി. ഓക്കെ, ഇല്ല, ദാറ്റ്സ് ക്ലിയർ.
അപ്പോഴാണ് നിങ്ങളൊരു ചെങ്ങായി നിങ്ങൾക്കൊരു ബുക്ക് കൊണ്ടു തരുന്നത്. ആ ബുക്കിൽ എന്തുണ്ടെന്ന് വെച്ചാൽ ഓരോ ജ്യൂസും, ആ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാവുക, അതിൻ്റെ കളർ ഏതാണ് ഉണ്ടാവുക, അതിൻ്റെ ടെക്സ്ചർ എങ്ങനെ ഉണ്ടാവുക, അങ്ങനെ 14 മില്യൺ വേണ്ട, ഓക്കെ ലെറ്റ്സ് 14 മില്യൺ, ഈ ലോകത്തുള്ള എല്ലാ ഫ്രൂട്ട്സിൻ്റെയും അല്ലെങ്കിൽ 14 മില്യൺ പിന്നെ ഞാൻ പറയുന്നതിന് ഒരു കാരണമുണ്ട്. 14 മില്യൺ, അതായത് 1,40,40,000 ഫ്രൂട്ട്സുകൾ എങ്ങനെയാണ്, അവരുടെ ജ്യൂസുകൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ആ ബുക്കിലുണ്ട്, ആ റെസിപ്പി ബുക്കിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജ്യൂസ് ഉണ്ട്. ഈ റെസിപ്പി ബുക്കിലും ഒരുപാട് ജ്യൂസസ് ഉണ്ട്. ആ ജ്യൂസസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്ചറും അതൊക്കെ നോക്കി ഈ ബുക്കിൽ എന്തുണ്ട്, ഒരുപാട് ജ്യൂസിൻ്റെ ഫോട്ടോ ഉണ്ട്, അതിന് ഡിസ്ക്രിപ്ഷനും ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് എന്ത് നോക്കിയാൽ മതി, നിങ്ങളുടെ കയ്യിലുള്ള സാധനം നിങ്ങളിങ്ങനെ ഓരോ പേജ് നോക്കുകയാണ്. ഓക്കെ, ആ ഏതെങ്കിലും ഒരു പേജിലുള്ള ജ്യൂസായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെ മാച്ച് ചെയ്ത് കണ്ടാൽ ആ പേജിൽ തന്നെ അടിയിൽ എന്തുണ്ട്, ഇത് ഏത് ഫ്രൂട്ടിൻ്റെതാണെന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ഫ്രൂട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇറ്റ് മേ ടേക്ക് ടൈം, ചിലപ്പോൾ 10 ദിവസം 10 വർഷം എടുത്തേക്കാം. പക്ഷേ ലെറ്റ്സ് സേ നിങ്ങൾ ഇതിന് കമ്മിറ്റഡ് ആയാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇപ്പോൾ മനസ്സിലായില്ല? അതായത് നിങ്ങളുടെ കയ്യിൽ ജ്യൂസ് ഉണ്ട്, എല്ലാ ലോകത്തുള്ള അല്ലെങ്കിൽ 14 മില്യൺ ജ്യൂസുകളുടെ ഫോട്ടോ ഇതിൻ്റെ അകത്തുണ്ട്, ഓരോ പേജിൽ ഓരോ ജ്യൂസിൻ്റെ ഫോട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഓരോ പേജായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്താൽ മതി. എൻ്റെ കയ്യിലുള്ള സാധനം ഈ ജ്യൂസായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത പേജ്. എൻ്റെ കയ്യിലുള്ള ജ്യൂസ് ഈ പേജിലുള്ള ജ്യൂസായിട്ട് സെയിം ആണോ? അല്ല. അടുത്ത പേജ്. അത് മനസ്സിലായില്ല? അതേഴ്സ് ക്ലിയർ? സിസ്റ്റർ സെന്ന, പ്രധാനി, ഓക്കെ ഗുഡ്, അൽഹംദുലില്ലാ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായാൽ ഈ ജ്യൂസിൻ്റെ ഫോട്ടോ, ഇതേ ജ്യൂസിൻ്റെ ഫോട്ടോ അതെ ഇത് ഒരേ സാധനമാണല്ലോ, ഇതിനകത്ത് പറയുന്നുണ്ട് കുറച്ച് നാവിനൊരു തരിപ്പുണ്ടാവും. നാവിന് തരിപ്പുണ്ട്. ഇത് വെള്ള കളർ, ഒരു മൈൽഡ് വെള്ളയായിരിക്കും. ഓക്കെ, മൈൽഡ് വെള്ളയാണ്. പിന്നെ എന്താണ്, ഒരു തരിതരിപ്പുണ്ടാവും. ഓക്കെ, തരിതരിപ്പുണ്ട്. ഓക്കെ, ഇത് തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ജ്യൂസും ഇതിൻ്റെ അകത്തുള്ള ജ്യൂസിൻ്റെ ഫോട്ടോയും സെയിം ആണ്. അപ്പം ഇത് ഏതാ ഫ്രൂട്ട് എന്ന് ഞാൻ ജസ്റ്റ് ഇപ്പുറത്ത് നോക്കിയാൽ മതി, അവിടെ ഉണ്ട് സിന്തോൾ എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേരും ഫോട്ടോ. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഈ ജ്യൂസ് സിന്തോളിൻ്റെ, നിങ്ങളുടെ കയ്യിലുള്ള ജ്യൂസ് സിന്തോളിൻ്റെതാണ് എന്ന് മനസ്സിലായല്ലോ. നിങ്ങളുടെ ബാക്കിൽ ഞാനൊന്ന് അടിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിലും എങ്ങനെ മനസ്സിലായി? നിങ്ങൾക്ക് ഈ റെസിപ്പി ബുക്ക് കിട്ടിയതുകൊണ്ട്. അതും ക്ലിയർ ആയോ? ഇതെന്ത് ഇയാൾ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇൽ മേക്ക് സെൻസ്, നമ്മൾ അടുത്തതിലേക്ക് പോയാൽ ഇൽ മേക്ക് സെൻസ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കഥ മനസ്സിലായോ? ഓക്കെ ഗുഡ്, അൽഹംദുലില്ലാ. ഓക്കെ 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 നൗ ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാഷ് കാറ്റ് ഡസ്. നമ്മൾ ഹാഷ് കാറ്റിലേക്ക് വരികയാണ്. ഇറ്റ് ഡസ് നോട്ട് റിവേഴ്സ് ദി ഹാഷ്. ഓക്കെ, മാങ്ങ ജ്യൂസിനെ ഈ റെസിപ്പി ബുക്ക് എന്താക്കല്ല, റെസിപ്പി ബുക്ക് ഒരിക്കലും മാങ്ങ അല്ലെങ്കിൽ സിന്തോളിൻ്റെ ജ്യൂസിനെ തിരിച്ച് സിന്തോൾ ആക്കുന്നില്ല, അല്ലെങ്കിൽ മാങ്ങ ജ്യൂസിനെ തിരിച്ച് മാങ്ങ ആക്കുന്നില്ല. പക്ഷേ ഇറ്റ് ടേക്സ് ദ പാസ്വേഡ്സ് ഫ്രം എ വേർഡ് ലിസ്റ്റ്, 14 million of them, hashes each one of them using the same algorithm and checks if the results match your target hash. When it finds a match, that was the original password. അതായത് എന്താണ് ഹാഷ് കാറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഹാഷ് കാറ്റ് ലെറ്റ്സ് ഹാഷ് കാറ്റിൻ്റെ കയ്യിൽ, ഹാഷ് കാറ്റ് എന്ന് പറയുന്നത് റെസിപ്പി ബുക്ക് പോലെയല്ല. ഹാഷ് കാറ്റ് എന്ന് പറയുന്നത്, ഹാഷ് കാറ്റ് ലെറ്റ്സ് അയാളുടെ കയ്യിൽ 14 മില്യൺ ഫ്രൂട്ടുകളുണ്ട്. ഹാഷ് കാറ്റ് എന്ത് ചെയ്യും, നിങ്ങളുടെ ഫ്രൂട്ട് എടുക്കും, എന്നിട്ട് ഹാഷ് കാറ്റിൻ്റെ ഫ്രൂട്ട് ബോക്സിൽ ഓരോ ഫ്രൂട്ട് എടുത്ത് ജ്യൂസ് അടിച്ച് നോക്കും, എന്നിട്ട് നിങ്ങളുടെ ജ്യൂസും ആ ജ്യൂസും കമ്പയർ ചെയ്യും. ഇതല്ലെങ്കിൽ ഓക്കെ, അടുത്ത ഫ്രൂട്ട് എടുക്കും, ജ്യൂസ് അടിക്കും, നിങ്ങൾ കൊടുത്ത ജ്യൂസും ഈ ജ്യൂസും കമ്പയർ ചെയ്യും. അതല്ല, അടുത്ത ഫ്രൂട്ട് എടുക്കും, ജ്യൂസ് അടിക്കും, നിങ്ങളുടെ ജ്യൂസും ഇത് കമ്പയർ ചെയ്യും. അങ്ങനെ നോക്കും. അതായത് ഓരോ 14 മില്യൺ പാസ്വേഡ്സ് അതെന്ത് ചെയ്യും, അത് ഹാഷ് ചെയ്യും. ഈ ഹാഷ് ചെയ്തിട്ട് നിങ്ങൾ ഒരു പാസ്വേഡിൻ്റെ ഹാഷ് വാല്യൂ കൊടുത്തില്ല, അത് ഏതെങ്കിലും ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കും. മാച്ച് ചെയ്തിട്ടുണ്ട് എന്ത് മനസ്സിലാവും, ഓക്കെ ഇതാണ് പാസ്വേഡ് എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇവിടെ ഇറ്റ്സ് ഗോയിങ് ടു മേക്ക് സെൻസ്. വെൻ വി ഡു ഇറ്റ്സ് ഗോയിങ് ടു മേക്ക് സെൻസ്. So why does hashing still matter if Hashcat can crack it? Because the recipe book only works if your password is in the book. അതായത് നിങ്ങളുടെ ഈ നമ്മൾ പറഞ്ഞില്ലേ, ഈ റെസിപ്പി ബുക്കിലുള്ള അല്ലെങ്കിൽ ഈ ആളുടെ ഫ്രൂട്ട് ബോക്സിൽ ഇല്ലാത്തൊരു ഫ്രൂട്ടാണ് നിങ്ങൾ ജ്യൂസ് അടിച്ചെങ്കിൽ, ഇയാൾക്ക് ഈ ഫ്രൂട്ട് ബോക്സിൽ ഏത് ഫ്രൂട്ടുകൾ 14 മില്യൺ ഫ്രൂട്ട് അടിച്ചാലും നിങ്ങളുടെ ജ്യൂസ് കിട്ടൂല. അതായത് നിങ്ങളുടെ പറമ്പിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രം ഒരു സ്പെഷ്യൽ കുരു കിട്ടി, അത് നട്ട് മുളപ്പിച്ച് അതിൻ്റെ ഫ്രൂട്ട് എടുത്ത് അത് ജ്യൂസ് അടിച്ച്
ആ ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഓക്കെ, മാച്ചിങ് ചെയ്യുന്നതിനാണോ ഹാഷിംഗ് എന്ന് പറയുന്നത്? അല്ലല്ല, ഹാഷിംഗ് എന്ന് പറയുന്നത് ഈ മാങ്ങേനെ മാങ്ങ ജ്യൂസായിട്ട് കൺവേർട്ട് ചെയ്യാം, അതെങ്കിൽ പാസ്വേഡിനെ ഒരു സെറ്റ് ഓഫ് ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹാഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ചങ്ങായി ഇയാളൊരു കണ്ണടലം വെച്ചിട്ട് 14 മില്യൺ ഫ്രൂട്ട്സും അയാളുടെ കൊട്ടയിലാക്കിയിട്ടാണ് വരിക. അപ്പോൾ അയാൾക്ക് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ജ്യൂസ് കൊടുത്താൽ മതി. അയാളുടെ കൊട്ടയിൽ നിന്ന് ഓരോ ഫ്രൂട്ട് എടുത്ത് ജ്യൂസ് അടിച്ച് ഇത് കമ്പയർ ചെയ്തിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ജ്യൂസ് ഇതാണെങ്കിൽ അയാൾ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഓക്കെ മോനെ ഞാൻ 38ാമത്തെ അടിച്ച ഫ്രൂട്ട് ഒരു ജ്യൂസ് അടിച്ചു, അപ്പോൾ ഇതേ കളർ നിൻ്റെ അതേ ജ്യൂസാണ് എനിക്ക് കിട്ടിയത്, ഓക്കെ, അത് ഈ ഫ്രൂട്ടായിരുന്നു, സിന്തോളായിരുന്നു എന്ന് അയാൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാത്രം ഉണ്ടാക്കി വെച്ചൊരു സ്പെഷ്യൽ ഫ്രൂട്ട് ആണെന്ന് വെച്ചോ, ആ ഫ്രൂട്ട് ജ്യൂസ് അടിച്ചിട്ട് നിങ്ങൾ അയാൾക്ക് കൊടുത്താൽ അയാൾക്ക് അത് നിങ്ങളുടെ കയ്യിൽ മാത്രമേ അത് സാധനമുള്ളൂ, അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇതേത് ഫ്രൂട്ടിൻ്റെ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ചോദ്യം മനസ്സിലായിട്ടില്ല. ഓക്കെ, സിസ്റ്റർ സെന്ന സേസ് ഇല്ല. ഓക്കെ, ഹു എൽസ്? പ്രധാനി സേസ് ഇല്ല. എന്തുകൊണ്ടില്ല? സബ്സ്റ്റാൻഷിയേറ്റ് വൈ? എന്തുകൊണ്ട് പറ്റൂല? എന്തുകൊണ്ടാണ് പറ്റാത്തത്? ബിക്കോസ് നമുക്ക് മാത്രമേ ഉള്ളൂ. എക്സാക്ട്ലി, ഓൺലി വിത്ത് ബി. നമ്മളുടെ കയ്യിലേ ആ സാധനമുള്ളൂ. അതായത് ഇയാൾ എത്ര ജ്യൂസ് അടിച്ചാലും നമ്മളുടെ ജ്യൂസ് നമ്മളുടെ കയ്യിലേ ഉള്ളൂ. അത്രേ ഉള്ളൂ പാസ്വേഡ്സിന്റെ വിഷയം. അതായത് എത്ര ഹാഷ് ചെയ്താലും നമ്മളൊരു സ്പെഷ്യൽ പാസ്വേഡ് നമ്മളുടെ പറമ്പിൽ, നമ്മളുടെ മനസ്സിൽ നമ്മളൊരു സ്പെഷ്യൽ പാസ്വേഡ് ഉണ്ടാക്കി അത് ഹാഷ് ചെയ്താൽ അത് ഈ ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടാവില്ല. ഏത് ടെക്സ്റ്റ് ഫയൽ? റോക്യൂ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടാവില്ല. വെയിറ്റ്, എന്താണ് റോക്യൂവിൽ എന്താണ് ഉണ്ടാവുക? റോക്യൂവിൽ 14 മില്യൺ പാസ്വേഡ് ഉണ്ടാവും. അപ്പോൾ വെയിറ്റ്, അതെങ്ങനെയാണ് അതിനൊരു 14 മില്യൺ പാസ്വേഡ് അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയത്? ലെറ്റ്സ് ഗെറ്റ് ടു ദാറ്റ്. എന്താണ് അതിലേക്ക് എങ്ങനെ എത്തിയത്? വർഷം 2009. ഒരു കമ്പനി, റോക്യൂ എന്ന് പറയുന്ന ഒരു കമ്പനി, അതൊരു വലിയൊരു വിഡ്ജറ്റ് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, സ്മോൾ ആപ്സ് പീപ്പിൾ കുഡ് പുട്ട് ദിയർ മൈ സ്പേസ് ആൻഡ് ഫേസ്ബുക്ക് പേജസ്. അതായത് പണ്ട് തന്നെ എന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈംസ് 2009. ഓക്കെ, 17 കൊല്ലം മുമ്പ്, ഓക്കെ, ഫേസ്ബുക്കായിട്ട് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന റോക്യൂ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. എന്തൊരു ആപ്പാണ്, ഒരു വിഡ്ജറ്റ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 32 മില്യൺ യൂസേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡിസംബർ 2009 അവരുടെ ഡാറ്റാബേസ് ഹാക്കായി. ഏത് മെത്തേഡാണ് ഉപയോഗിച്ചത്? സർപ്രൈസ്, നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട SQL ഇഞ്ചക്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ച അതേ സെയിം സംഭവം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു അവർ? അത് ഡാറ്റാബേസ് ഹാക്ക് ചെയ്തു. എന്നിട്ട് when the attackers found was catastrophic. Rockyu had stored every single user's password in plain text. അതായത് അവർ ഈ ഹാഷിങ് ചെയ്തില്ല. അവർ എങ്ങനെ സേവ് ചെയ്തു? മാങ്ങയായിട്ട് തന്നെ സേവ് ചെയ്തു. അപ്പം ഒരാൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? മാങ്ങേനെ കിട്ടിയാൽ ഇത് മാങ്ങയാന്ന് മനസ്സിലാവുമല്ലോ. ഓക്കെ, ജ്യൂസ് എന്ന് പറയുന്ന സംഭവം ഇല്ല. ഓക്കെ, ജ്യൂസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ റെസിപ്പി ബുക്കും അയാൾ മുമ്പ് എല്ലാം, ഓക്കെ. അല്ലാണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കമ്മിങ് ബാക്ക് ടു ദ സെയിം ഉദാഹരണം, നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണമാണെങ്കിൽ നിങ്ങൾ ഈ ആൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കുകയാണ്? നിങ്ങൾ ജ്യൂസ് കൊടുത്താൽ അയാൾക്ക് എന്ത് പണിയുണ്ട്? ഈ ഫ്രൂട്ടിൻ്റെ ബോക്സിൽ നിന്ന് ഫ്രൂട്ട് എടുത്ത് മിക്സിയിലിട്ട് അടിച്ച് നിങ്ങളുടെ ഇതായിട്ട് കമ്പയർ ചെയ്യേണ്ട പണിയുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട് തന്നെ കൊടുത്താൽ അയാൾ എന്ത് ചെയ്യും? അയാൾ നല്ല ഫ്രൂട്ട്, ഓക്കെ, അത് എൻ്റെ പെട്ടിയിൽ വെക്കട്ടെ എന്ന് പറഞ്ഞ് വെക്കുമല്ലോ. അത് നിങ്ങൾ എത്ര സ്പെഷ്യൽ ഫ്രൂട്ട് ആണെങ്കിൽ പോലും. അപ്പം റോക്യൂ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ റോക്യൂ ഹാഷിങ് ചെയ്തില്ല. അങ്ങനെ റോക്യൂ നേരെ പാസ്വേഡ് മാത്രം സേവ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ റോക്യൂവിൻ്റെ കയ്യിൽ നിന്ന് 14 മില്യൺ അല്ല, 32 മില്യൺ റിയൽ പാസ്വേഡ്സ്, 32 മില്യൺ റിയൽ ആളുകളിൽ നിന്നുള്ള പാസ്വേഡ്സ് പുറത്തായി. അങ്ങനെ ഇതൊരു ലിസ്റ്റാക്കി. The attackers published the entire list publicly 32 മില്യൺ അല്ലെങ്കിൽ 32 മില്യൺ പാസ്വേഡ്സ് പുറത്തു വിട്ടു. ആ ടെക്സ്റ്റ് ടൈമിൽ ഉണ്ടായതാണ് rockyu.txt. അതിപ്പോൾ എല്ലാ കാലി ലിനക്സിലും നിങ്ങളുടെ കാലി ലിനക്സിലും ഓട്ടോമാറ്റിക്കായി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ സിസ്റ്റർ റിൻഷ ചോദിച്ചതുപോലെ ഡിക്ഷണറി അറ്റാക്ക് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കുക ഏതായിരിക്കും? നമ്മൾ ഏത് ഫയലായിരിക്കും ഉപയോഗിക്കുക? ഞാൻ ആദ്യം ഇരുന്നിട്ട് പൊട്ടൻഷ്യൽ പാസ്വേഡ്സ് ഏതൊക്കെയാണ് ആളുകളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? കെമി ഐ എസ് ഓർ നോ ഇൻ ദ ചാറ്റ് പ്ലീസ്. ഷുഡ് ഐ യൂസ്? ഞാൻ ആളുകൾ ഏതൊക്കെ പാസ്വേഡാണ് ഉപയോഗിക്കാന്ന്? നോ. വൈ നോ? കാരണം
ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു കിടില സാധനം rocky.txt. ഓക്കെ, അപ്പം 32 മില്യൺ പാസ്വേഡ്. അപ്പം അതിൻ്റെ അകത്ത് ആളുകൾ എന്ത് ചെയ്തു, എൻ്റെ ഡാറ്റ അനലൈസ് ചെയ്തപ്പോൾ റിസർച്ചേഴ്സ് ഫൗണ്ട് സംതിങ് അലാമിങ്. ഏറ്റവും കോമൺ പാസ്വേഡ് 123456. 2,09,731 ആളുകൾ ഉപയോഗിച്ചത് 123456. രണ്ടാമത്തത് 12345. ഓക്കെ, 79,000. മൂന്നാമത്തത് വെറും പാസ്വേഡ് എന്നുള്ളത്. അഞ്ചാമത്തത് ഐ ലവ് യു ആണോ മോസ്റ്റ് കോമൺ പാസ്വേഡ്സിൽ rocky.txt. ഓക്കെ, അന്ധകാലത്ത് അഞ്ചാമത് ഏറ്റവും കോമൺ പാസ്വേഡ് ഐ ലവ് യു എന്നാണ്. ഓക്കെ, 14% ഓഫ് ഓൾ 32 മില്യൺ യൂസേഴ്സ്, ഓൾമോസ്റ്റ് 1 in 7 people യൂസ്ഡ് വൺ ഓഫ് ദി ടോപ്പ് 1000 പാസ്വേഡ്സ്. അതായത് 1000 പാസ്വേഡ്സ് ആയിരുന്നു 14% ആളുകളും ഉപയോഗിച്ചത്. അത്രയും കോമൺ പാസ്വേഡ്സ് ആണ് ആളുകൾ ഉപയോഗിക്കുന്നതെന്ന്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ദി ലിസ്റ്റ് ഓൾസോ റിവീൽ പാറ്റേൺസ് ആഡിങ് നെയിം അറ്റ് ദി എൻഡ്, പാസ്വേഡ് 1 123. ഓക്കെ, അതായത് പാസ്വേഡ് മാത്രമല്ല, ആളുകൾ എങ്ങനെ അവരുടെ പേരിൻ്റെ കൂടെ 1, അല്ലെ പേരിൻ്റെ കൂടെ 2, അല്ലെങ്കിൽ പേരിൻ്റെ കൂടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും. ഓക്കെ, വെരി കെയർഫുൾ, ബി വെരി കെയർഫുൾ. ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇല്ല എൻ്റെ പ്രായമൊന്നും ഞാൻ പറഞ്ഞു തരില്ല, ഇല്ല സോറി എൻ്റെ പ്രായം എന്തെല്ലാം പ്രൈവറ്റ് ഇൻഫർമേഷനാണ്. പക്ഷേ നിങ്ങളുടെ മെയിൽ ഐ ഡി എന്തായിരുന്നു? മെയിൽ ഐ ഡി ഫാത്തിമ മെഹബൂബ 98. ബ്രോ, ഇറ്റ്സ് റൈറ്റ് ദേർ. ഓക്കെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആണ്. ഇൻഫാക്ട് 10ാം ക്ലാസ്സിൻ്റെയും 12ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? നിങ്ങളുടെ ഐഡിയും കൊടുക്കണം, അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും കൊടുക്കണം. ഇഫ് ഐ എം നോട്ട് റോങ്, നിങ്ങളുടെ മൈക്ക് പോയോ? മൈക്ക് കേൾക്കുന്നില്ല. ഹലോ പോയോ? ഹലോ, കേൾക്കാം. ഓക്കെ എന്തായാലും പറയുന്നത് ഇതും നമ്മളുടെ രണ്ടും കൊടുക്കണം. അതായത് നമ്മളുടെ യൂസർ നെയിമും അഡ്മിഷൻ നമ്പറും നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തും. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആണ്. ഓക്കെ നോ. അപ്പോൾ നമ്മളുടെ കാലി മെഷീനിൽ ഈ സാധനം ഉണ്ട്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു യൂസ് ദിസ്. ഓക്കെ, ഫസ്റ്റ് ലെറ്റ്സ് ചെക്ക് നമുക്ക് ഈ സാധനം കാലി മെഷീനിൽ ഉണ്ടോ നോക്കാം. ബട്ട് ദെൻ ദ പ്രോബ്ലം ഇസ്, ഇത് ഞാനിപ്പോൾ കാറ്റ് ചെയ്താൽ ഇത് ഭയങ്കര വലിയ ഫയലായതുകൊണ്ട് ചിലപ്പം സിസ്റ്റം ക്രാഷ് ആകാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ജസ്റ്റ് ചെക്ക്. ലെറ്റ് മീ ക്യാൻ ഐ ഗെറ്റ് എ കൺഫർമേഷൻ ഇഫ് എൻ്റെ സ്ക്രീന് കാലി ലിനക്സ് കാണുന്നുണ്ടെന്ന് ഒരു കൺഫർമേഷൻ തരുമോ? കാലി ലിനക്സ് കാണുന്നുണ്ട് നിങ്ങളിവിടെ? ക്യാൻ യു സീ ദിസ്? ഓക്കെ, അപ്പം ഏത് കമാൻഡ് ആയിരുന്നു നമ്മൾ ഒരു ടെക്സ്റ്റ് ഫയലിനുള്ളിൽ കാണണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുക? ഏത് കമാൻഡ് തന്നെ ഉപയോഗിക്കുക? വാട്ട് ഇസ് ക്രാഷ്? ക്രാഷ് എന്ന് വെച്ചാൽ സിസ്റ്റം മൊത്തത്തിൽ സ്റ്റക്കായി പോവാം, ലാഗായി പോവാം. നമ്മൾ ഫോൺ ഇങ്ങനെ ഞെക്കിയിട്ട് ഫോൺ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറയൂലേ, അതാണ് സിസ്റ്റം ക്രാഷ് ആവാന്ന് പറയാം. മൊത്തത്തിൽ സിസ്റ്റം അടിച്ചു പോവാം. ഓക്കെ നമ്മൾ ക്രാഷ്. ഗുഡ് ക്വസ്റ്റ്യൻ യാഹി. ഓക്കെ, സോ നൗ ടെൽ മീ, ഏത് കമാൻഡ് ആയിരുന്നു നമ്മൾ ഒരു ഫയലിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ കൊടുക്കുക? കാലി ലിനക്സ്. കം ഓൺ, ജസാക്കല്ലാഹ്. It's exactly, it's like over here, it's cat. Okay, right? So cat. Okay, cat. ഇത് ഇവിടെയാണ് ഉണ്ടാവുക. നമുക്ക് നോക്കാം നമ്മൾ സിസ്റ്റത്തിൽ ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞില്ല, ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻ അങ്ങ് ക്ലിയർ ചെയ്താണ്. ഓക്കെ, അത് ആ ഫയല് സേവ് ചെയ്ത ആ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അതുണ്ട്, സംഭവം നമ്മുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് കംപ്രസ്ഡ് ബൈ ഡിഫോൾട്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്? അത് ആ ഫയൽ ഭയങ്കര വലിയ ഫയലായതുകൊണ്ട് അത് കംപ്രസ് ചെയ്തിട്ടാണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും സിപ്പ് ഫയൽ എന്ന് പറയും. നമ്മൾ ഈ സിപ്പ് ഫയൽ കിട്ടിയിട്ട് നമ്മളത് എക്സ്ട്രാക്ട് ചെയ്യണം. ആരെങ്കിലും എപ്പെങ്കിലും ക്യാൻവ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ക്യാൻവ മറ്റേ ഫോട്ടോൻ്റെ എല്ലാം എഡിറ്റ് ചെയ്യുന്ന ആപ്പില്ലേ, അല്ല വെബ്സൈറ്റില്ലേ, അപ്പം അതിൻ്റെ അകത്ത് നിങ്ങൾ ഇപ്പം 3 പേജ്, ഇപ്പം 3 ഫോട്ടോസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്താൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ സേവ് ആവുക ഒരു സിപ്പ് ഫയലായിട്ട്. സിപ്പ് ഫയൽ എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ സിപ്പ് ഫയൽ എളുപ്പമാണ്. നമ്മൾ പെട്ടിയില്ലേ, നമ്മൾ ഇവിടുന്ന് ഇപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ സൗദി പോകുന്നതാണെങ്കിൽ നിങ്ങൾ പെട്ടിയിൽ ഡ്രസ്സൊക്കെ കൂടി കുത്തി കയറ്റി അതിൻ്റെ മേലെ കയറി ഇരുന്ന് നിങ്ങൾ സിപ്പ് ചെയ്യൂലേ, അതാണ് സിപ്പ് ഫയൽ. അതായത് കംപ്രസ് ചെയ്ത് വെക്കും. അത് അൺസിപ്പ് ചെയ്യുക, അൺസിപ്പ് ചെയ്താൽ അതിങ്ങ് വലുതാവും, അതിങ്ങ് മൊത്തത്തിലും വരും. അപ്പം ഈ സാധനം ബൈ ഡീഫോൾട്ട് സിപ്പ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അത് സിപ്പ് ഫയലിലാണത്. ഇപ്പം നമ്മൾ അത് അൺസിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അൺസിപ്പ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സൂഡോ. സൂഡോ എന്ന് വെച്ചാൽ സൂപ്പർ യൂസർ. ഒക്കെ നമ്മൾക്ക് ഇത് സൂപ്പർ യൂസർ പെർമിഷൻ വേണം. ഓക്കെ, gzip എന്ന് അതിൻ്റെ ഒരു ടൂളാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജസ്റ്റ് ഗിവ് ദി ടെക്സ്റ്റ്, എവിടെയാണ് ടെക്സ്റ്റ് ഉണ്ടാവുക. ഓക്കെ, ഗിവ് എൻ്റർ. എൻ്റെ പാസ്വേഡ് ചോദിക്കും. ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് ഫ്യൂ മിനിറ്റ്. ഓക്കെ, 30 സെക്കൻഡിൽ എടുക്കും ചിലപ്പോൾ. ഓക്കെ, ഇറ്റ് വർക്ക്ഡ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നൗ ലെറ്റ്സ് ജസ്റ്റ് ചെക്ക് ദി കാറ്റ് ഫയൽ. ഇറ്റ് മേ ടേക്ക്
അല്ല ഇതിനിപ്പം വേറെ സ്ഥലത്താണ് ഉണ്ടാവും. ഓക്കെ, ലെറ്റ്സ് ജസ്റ്റ് ചെക്ക് ഇഫ് ഇറ്റ് വർക്ക്ഡ്. എക്സ്ട്രാക്ട് ചെയ്തിട്ട് ചിലപ്പം ഓക്കെ ഇവിടെ ഉണ്ട്. ലെറ്റ്സ് ചെക്ക്, നമുക്കിത് ക്യാറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സി ഡി ഞാൻ just ഒരു ഫയലിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ സാധനം ഉള്ളതെന്ന്, അല്ലെങ്കിൽ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ സാധനം ഉള്ളതെന്ന് നോക്കണേ നമ്മൾ ഏത് കമാൻഡായിരുന്നു ഉപയോഗിക്കാം? ടെസ്റ്റ് ടൈം. നിങ്ങൾക്ക് ആർക്കും ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. ജസ്റ്റ് തന്നെ ജസാക്കില്ല ഖൈർ. എൽഎസ് ഫാന്റാസ്റ്റിക് എൽഎസ്. ഇതിനകത്ത് ഇവിടെ നമ്മൾക്കിതാണ് നമ്മുടെ റോക്ക് യു സംഭവം ഇവിടെ ഉണ്ട്. നമുക്ക് റോക്ക് യുവിൻ്റെ ഉള്ളിൽ പോയി വെക്കാം. ക്യാറ്റ് റോക്ക് യു റോക്ക് യു ഡോട്ട് TXT. ഈ ഫയലൊക്കെ കുറേ മുന്നേ ഉള്ളതല്ലേ, സോ ഔട്ട്ഡേറ്റഡ് ആയിരിക്കില്ലേ? കുറേ ഇതിൻ്റെ ന്യൂ വേർഷൻ ഒക്കെ ഉണ്ടോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. സി ദാറ്റ്സ് ദ തിങ്. ഫയൽസ് ഔട്ട്ഡേറ്റഡ് ആണോ എന്ന് വെച്ചാൽ യെസ്, ഒരുപാട് പുതിയ പാസ്വേഡ്സ് ആളുകൾ വന്നിട്ടുണ്ടാവും. ബട്ട് ഹ്യൂമൻ ബീങ്സ്, നമ്മൾ 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 മേടിക്കേണ്ടതല്ലേ, നമ്മളെ പാസ്വേഡും ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളെ പാസ്വേഡ് ഉണ്ടാവും അൺലെസ് നമ്മളുടെ വീട്ടിൽ നട്ട് പൊടിപ്പിച്ച സ്പെഷ്യൽ ഫ്രൂട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഫ്രൂട്ട് ഓൾറെഡി പെട്ടിയിലുണ്ടാവും. പക്ഷേ ഇങ്ങനെ നല്ല ചോദ്യമാണ്. കാരണം ആളുകൾ പുതിയ പാസ്വേഡ്സിൻ്റെ ഉണ്ടാവും, പുതിയ പുതിയ ഡിക്ഷണറീസ് ആളുകൾ റിലീസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പുതിയ പാസ്വേഡ്സ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഏറ്റവും ഇതിൻ്റെ എന്താണ് ഒരു ബേസ് എന്നുള്ളത് റോക്യു ആണ്. റോക്യുവിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ചിലപ്പോൾ ഉണ്ടാകാം. ഓക്കെ, പുതിയ പാസ്വേഡ്സ് ഡാറ്റ ബ്രീച്ച് ആകുമ്പോൾ ആ പുതിയ പാസ്വേഡ്സും കൂടി കയറ്റിയിട്ട് പുതിയ റോക്യു ഫയൽസ് ഉണ്ടാകാം. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഷുഡ് ബി ദർ. ഓക്കെ, ഇപ്പം നമുക്കിതൊന്ന് നോക്കാം. കാറ്റ് ഫയൽ. ഓക്കെ, കേട്ടോ. ഓക്കെ, ഇൽ ജസ്റ്റ് കീപ് ഗോയിങ് ആൻഡ് ഗോയിങ്. മില്യൺസ്. ഓക്കെ, നമുക്ക് നോക്കാം ചില പാസ്വേഡ്സ്, ചില ആളുകളുടെ പാസ്വേഡ്സ് നോക്ക്. സക്കേഴ്സ്, സൂയിസൈഡൽ, സൂപ്പർമാൻ 10, സ്കൈ 1616. എൻ്റെ ചിലപ്പോൾ തെറിയൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ആളുകളുടെ പാസ്വേഡ്സ് ടീറാൻ ടൈലർ 2123 കണ്ടോ. ഓക്കെ, ഇതെല്ലാം ക്യാപിറ്റലും ഫസ്റ്റ് ലെറ്റർ ഇതാക്കിയിട്ടും. ഓക്കെ, ഓക്കെ, ആരോൺ അബറ്റേക്ക് ആബാറോ അബിയാങ് അബാങ് 15 IBC 123 അബൌട്ട് യു. ഓക്കെ, ഇങ്ങനെ പോയാലില്ലേ. ഓക്കെ, ഈ സാധനം ഇതുണ്ടോ, ഇത് തീരുന്നില്ല, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടോ. കുറേ തെറിയെല്ലാം കാണും. ഓക്കെ, സോ ഫോർഗിവ് മീ ഫോർ ദാറ്റ്. ഓക്കെ, അതിങ്ങനെ പോകും. അതായത് ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള പാസ്വേഡ്സ് ആണ്. ഓക്കെ, ഇതേ പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക്? ഐ യു ഏബിൾ ടു ഫോളോ, or am I going too fast, or am I jumping over things? ഇത് അന്ന് ഹാക്കായിട്ട് പുറത്തു വന്ന പാസ്വേഡ്സിൻ്റെ ലിസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. Is it clear? Brothers and sisters, please let me know. മനസ്സിലായിട്ടില്ല? ഓക്കെ, അതേഴ്സ്? യെസ്, അൽഹംദുലില്ലാ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കണ്ടോ? ഓക്കെ, അപ്പം ഇങ്ങനെ ഏതെങ്കിലും സാധനം ഇങ്ങനെ റൺ ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന അടിച്ചാൽ മതി. സ്റ്റോപ്പ്. ഓക്കെ, ഐ ജസ്റ്റ് ഗിവ് ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ ഫയൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കയറി. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, നമുക്ക് സെക്ഷൻ 5. ഇനി നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് ഹാഷസ് ഉണ്ട്. ആ ഹാഷസ് അല്ല, ഒരു സെറ്റ് ഓഫ് പാസ്വേഡ്സ് ഉണ്ട്. നമ്മൾ ഒരു സെർവറിനെ ഹാക്ക് ചെയ്തേ കഴിഞ്ഞ സെഷനിൽ. ആ സാധനം അപ്പോൾ നമുക്ക് ഹാഷസേ ഉള്ളൂ, അതായത് നമുക്ക് ഈ ജ്യൂസസേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യാൻ പോകാന്ന് വെച്ചാൽ, ഹാഷ് കാറ്റ് എന്ന് പറയുന്ന മറ്റേ ജ്യൂസ് അടിക്കുന്ന ആളാണ്. അയാളോട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, നമ്മൾ പറയുകയാണ് ഈ ജ്യൂസ്, നമ്മളിപ്പോൾ 5 ജ്യൂസസാണ് നമ്മളുടെ കയ്യിലുള്ളത്. നമ്മൾ പറയാണ്, നോക്ക് 5 ജ്യൂസ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫ്രൂട്ട്സിൻ്റെ പെട്ടിയിൽ നിന്നിട്ട് ഓരോ ഫ്രൂട്ടും നിങ്ങൾ ജ്യൂസ് അടിച്ച് നോക്കിയിട്ട് ഈ 5 ജ്യൂസ് ഇതിൽ ഏതെങ്കിലും ജ്യൂസായിട്ട് ഇത് ഞാൻ തന്ന ജ്യൂസ് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ മാച്ച് ചെയ്യുന്നുണ്ട് എന്ത് മനസ്സിലായി? ഇത് ഏത് ഫ്രൂട്ടിൽ നിന്നാണ് വന്നതെന്ന് മനസ്സിലായി. പാസ്വേഡ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് ഹാഷ് വാല്യൂ കൊടുക്കും. ഏതിന്? ആ ജ്യൂസ് അടിക്കുന്ന ആളാരാണ്? ഹാഷ് കാറ്റ് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ആ പൂച്ച പോലീസിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഹാഷ് വാല്യൂസ് കൊടുക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് ഓക്കെ ലെറ്റ് മീ സീ എന്ന് പറഞ്ഞിട്ട് ആ ഹാഷ് എടുത്ത് ഇവിടെ വെക്കും. എന്നിട്ട് ഓരോ പാസ്വേഡ് എടുത്തിട്ട് ഹാഷ് ചെയ്ത് നോക്കും. ഓക്കെ, ഈ ഹാഷ് എങ്ങനെയാണ്? അതിന് MD5 എന്ന് പറയുന്ന ഒരു ഹാഷിങ് ആൽഗോറിതം ഉണ്ട്. വ്യത്യസ്ത ഹാഷിങ് ആൽഗോറിതം ഉണ്ട്. ഓക്കെ, MD5 എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഹാഷിങ് ആൽഗോറിതമാണ്. SHA എന്ന് പറയുന്നത് വേറെ ഹാഷിങ് ആൽഗോറിതമാണ്. അപ്പോൾ ഇതിങ്ങനെ ഇതിലിങ്ങനെ ഹാഷ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ കൊടുത്ത ഹാഷും
ഈ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും കിട്ടുന്ന ഹാഷ് ആയിട്ട് മാച്ച് ആണെന്നുണ്ടോ നോക്കും. മാച്ച് ആണെന്നുണ്ടെങ്കിൽ ഇത് ഏത് സാധനമാണോ എടുത്ത് ഹാഷ് ചെയ്തത് ആ സാധനമാണ് പാസ്വേഡ് എന്ന് മനസ്സിലായി. അപ്പം ഇതിന്റെ ഹാഷ് വാല്യൂ ഈ പാസ്വേഡാ, ദെയർഫോർ ഇതാണ് ഇയാളുടെ പാസ്വേഡ് എന്ന് മനസ്സിലായി. ആം ഐ മേക്കിംഗ് സെൻസ്? പ്രോബബ്ലി നോട്ട്. റിപ്പീറ്റ്. ഗുഡ്. ഓക്കെ ഓക്കെ. അതായത് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ, അതായത് ജ്യൂസ് അടിക്കുന്ന ആൾക്ക് നിങ്ങളൊരു ജ്യൂസ് കൊടുത്തു. അല്ല, ജ്യൂസ് അടിക്കുന്ന ആൾ, അയാളുടെ കയ്യിൽ 14 മില്യൺ ഫ്രൂട്ട്സ് ഉണ്ട്. അയാൾക്ക് നിങ്ങളുടെ ജ്യൂസ് കൊടുത്തു. അപ്പം അയാൾ പറഞ്ഞു ഓക്കെ മോനെ, ആ ജ്യൂസ് അയാൾ വാങ്ങി. അയാളുടെ പെട്ടിയിൽ നിന്ന് അയാൾ ഓരോ ജ്യൂസ് എടുത്തിട്ട് ജ്യൂസ് അടിച്ചു നോക്കും. ആ ജ്യൂസും നിങ്ങളുടെ ജ്യൂസും കമ്പയർ ചെയ്യും. ഓക്കെ, ഇതല്ല. അടുത്ത ഫ്രൂട്ട് എടുക്കും, ജ്യൂസ് അടിക്കും. നിങ്ങളുടെ ജ്യൂസും ആ ജ്യൂസും കമ്പയർ ചെയ്യും. അല്ല, അടുത്ത ഫ്രൂട്ട് എടുക്കും. ഓക്കെ, അങ്ങനെ അയാൾ എന്ത് ചെയ്യാണ്? അങ്ങനെ ഓരോന്ന് കമ്പയർ ചെയ്യാണ്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ജ്യൂസ് കൊടുക്കുന്നതിന് പകരം അയാൾക്ക് 5 ജ്യൂസ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് പറയും ഈ 5 ജ്യൂസ് ഉണ്ട്, എന്താണ് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ 5 ജ്യൂസും ഇല്ലേ, നമുക്കിത് എവിടുന്ന ഏത് ഫ്രൂട്ടാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഈ 5 ജ്യൂസ് നിങ്ങൾ നോക്കി, നിങ്ങൾ ഈ 14 മില്യൺ ഫ്രൂട്ട്സ് ഇല്ലേ, അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ ജ്യൂസാണോ ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കൂ. ഓക്കെ, അതെങ്ങനെയാണ് നോക്കുക? അയാൾ സാധനം എടുക്കും, മിക്സിയിലിട്ട് അടിക്കും, എന്നിട്ട് നിങ്ങൾ കൊടുത്ത് 5 ജ്യൂസുമായിട്ട് കമ്പയർ ചെയ്യും. ഈ ജ്യൂസ് ഏതെങ്കിലും ഒരു ജ്യൂസാണോ, സെയിം സാധനമാണോ എന്ന് നോക്കും. അതല്ലെങ്കിൽ അടുത്ത ഫ്രൂട്ട് എടുക്കും, അങ്ങനെ അടുത്ത ഫ്രൂട്ട് എടുക്കും. അത് മനസ്സിലായോ? ഞാൻ ഇപ്പോൾ പറഞ്ഞ അനാലജി മനസ്സിലായോ? അപ്പം ഈ ജ്യൂസ് അടിക്കുന്ന ആളില്ലേ, അയാളാണ് ഇവിടെ ഹാഷ് കാറ്റ് എന്ന് പറയുന്ന ഈ ടൂളിൻ്റെ. ഓക്കെ, നമ്മൾ ഇയാൾക്ക് കൊടുക്കുന്ന ജ്യൂസ് ഇല്ലേ, ആ ജ്യൂസ്, നമ്മൾ കൊടുക്കുന്ന ജ്യൂസ്, ആ ജ്യൂസിനെയാണ് അതിനെന്തിനാണ് 5 എണ്ണം? ഗുഡ് ക്വസ്റ്റ്യൻ. എന്തിനാണ് 5 എണ്ണം? കാരണം നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഒരു SQL ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഒരു സെർവർ നമ്മൾ ഹാക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ സെഷൻ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് അഡ്മിൻ ആണ് യൂസർ നെയിം, അവരുടെ പാസ്വേഡ് ഇതാണ്. ഈ പാസ്വേഡ് എന്ന് പറയുന്നത് ഹാഷ് വാല്യൂ ആണ്. ഓക്കെ, ഇത് ജ്യൂസാണ്. നമുക്ക് തിരിച്ച് ഇത് ഏത് ഫ്രൂട്ടാണെന്ന് മനസ്സിലാവണം. അപ്പോൾ അങ്ങനത്തെ 5 ആളുകളുടെ, ഓക്കെ, 5 ആളുകളുടെ ഹാഷ് വാല്യൂ കിട്ടി. അതായത് 5 ആളുകളുടെ പാസ്വേഡ്സിൻ്റെ ഹാഷ് വാല്യൂ കിട്ടി. നമുക്ക് ആ ഹാഷ് വാല്യൂ തിരിച്ചു മനസ്സിലാക്കണം. അതിനാണ് ഇത് 5 അക്കൗണ്ടുകളാണ്. 5 അക്കൗണ്ടുകളിൽ ഏതെങ്കിലും ഒന്ന് മാച്ച് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ 5 മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവണം. ആം ഐ മേക്കിംഗ് സെൻസ്? ഓക്കെ, ഗുഡ്. ഹാഷ് വാല്യൂ ആണോ ജ്യൂസ്? യെസ്, ഹാഷ് വാല്യൂ ആണ് ജ്യൂസ്. ഫ്രൂട്ടാണ് പാസ്വേഡ്. ഇത് ഫ്രൂട്ട് അടിക്കുന്ന ആളാണ് ഇവിടെ ഹാഷ് കാറ്റ്. ഓക്കെ ഓക്കെ, നൗ ഓക്കെ. അപ്പം ഇത് ഓൾറെഡി നമ്മളെ കാലി മെഷീനിൽ ഹാഷ് കാറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. നിങ്ങളിവിടെ പോയാൽ പാസ്വേഡ് ഇവിടെ പോയി ഹാഷ് കാറ്റ് എന്ന് പറയുന്ന സംഭവം ഓൾറെഡി നിങ്ങളെ ഇതിലുണ്ട്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ഇത് നിങ്ങൾ. ഓക്കെ, ഇങ്ങനെ തുറക്കണ്ട. ലെറ്റ്സ് നിങ്ങൾക്ക് അങ്ങനെ തുറക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ, നമ്മൾ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ, നൗ ഇറ്റ്സ് അറ്റാക്ക് മോഡ് ടുഡേ. ഇന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകണം, ഡിക്ഷണറി അറ്റാക്ക്. അതായത് ടേക്ക് എവറി പാസ്വേഡ് ഇൻ rockq.txt, ഹാഷ് ഇറ്റ്. എല്ലാം നമ്മൾ നേരത്തെ കണ്ട പാസ്വേഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? rockq.txt എടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കും, ഓരോന്നിട്ട് അടിക്കും. ആ മിക്സി അടിക്കുന്നില്ലേ, ആ അടിക്കുന്നതിൻ്റെ അതിനെയാണ് നമ്മൾ MD5 എന്ന് പറയുന്നത്. ആ മിക്സീൻ്റെ പേരാന്ന് വെച്ചോ, ആ മിക്സീൻ്റെ പേരാണ് MD5 ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ ഫ്രൂട്ട് എടുത്ത് അടിക്കും. അപ്പം നമുക്കൊരു ജ്യൂസ് കിട്ടും. എന്നിട്ട് നമ്മൾ കൊടുത്ത ജ്യൂസായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ കൊടുത്ത ജ്യൂസിന് നമുക്ക് തൽക്കാലം ടാർഗറ്റ് ഹാഷസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇഫ് എ മാച്ച് ഇസ് ഫൗണ്ട് ദാറ്റ് ഇസ് ദ ഒറിജിനൽ പാസ്വേഡ്. അപ്പം ഇതാണ് അതിനുള്ള കമാൻഡ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ തരാം. ഫസ്റ്റ് ലെറ്റ് മീ പേസ്റ്റ്. ഓക്കെ, ഹാഷ് കാറ്റ് എന്ന് പറയുന്നത് ടൂളാണ്. ഓക്കെ, ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നോ, കാം ഡൗൺ, ടേക്ക് എ ബ്രെത്ത്. ഓക്കെ, ഇറ്റ്സ് ഈസി. ഹാഷ് കാറ്റ് എന്ന് പറഞ്ഞാൽ ടൂളാണ്. ഇതെങ്ങനെ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചാൽ? അല്ല, ബൈഹാർട്ട് പഠിച്ചാൽ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് അറിഞ്ഞൂടെങ്കിൽ നമ്മൾ ക്ലോഡിനോടോ ChatGPTനോടോ ജെമിനോടോ ചോദിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ കമാൻഡ്സ് ഇങ്ങനെ ചെയ്തെങ്കിൽ ബൈഹാർട്ടായും. ഓക്കെ, ബൈഹാർട്ട് പഠിക്കണമെന്നില്ല, ഇങ്ങനെ മെല്ലെ ചെയ്ത് തന്നെയാണ് പഠിക്കുക. ഓക്കെ, ഹാഷ് കാറ്റ് ആണ് ടൂളിൻ്റെ പേര്. അപ്പോൾ നമ്മൾ കാലിനോട് പറയാം, കാലി ഹാഷ് കാറ്റ് ഉപയോഗിക്കും. അറ്റാക്ക് മോഡ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ അതിനാണ് നമ്മൾ എന്ന് കൊടുക്കുന്നത്. 0 എന്ന് പറയുന്നത് ഡിക്ഷണറി അറ്റാക്ക്. ഹാഷ് കാറ്റിന് വ്യത്യസ്ത ടൈപ്പ് ഓഫ് അറ്റാക്സ് ഉണ്ട്. അതിൻ്റെ അകത്തൊന്നാണ് ഡിക്ഷണറി അറ്റാക്ക്. ഡിക്ഷണറി അറ്റാക്കിൻ്റെ നമ്പർ 0 ആണ്. ഓക്കെ, 0 ചെയ്യാം. ഓക്കെ, M0 എന്ന് വെച്ചാൽ MD5. ആ മിക്സിയിലിട്ട് അടിക്കണമല്ലോ, അപ്പം ആ മിക്സീൻ്റെ പേരാണ് MD5 ഉപയോഗിക്കാം. ഓക്കെ, കാരണം വ്യത്യസ്ത ടൈപ്പ് മിക്സി ഉണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത ടൈപ്പ് ഓഫ് ഹാഷിങ് ആൽഗറിതം ഉണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാണ് MD5. ഇപ്പം നമ്മൾ പറയാണ്
ഏത് ഹാഷിംഗ് ആൽഗോറിതാണ് ഉപയോഗിക്കേണ്ടത്? അതും 0, അതിൻ്റെ നമ്പറും 0ആണ്. ഓക്കെ, മോഡ് 0. ഓക്കെ, ഓ എന്ന് വെച്ചാൽ ഡോണ്ട് മൈൻഡ് ഓൾ ദാറ്റ്, അത് ഒപ്റ്റിമൈസ്ഡ് കേർണൽ. അതായത് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഡോണ്ട് വറി, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ദിസ്. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ. അതായത് ഒരുപാട് റാം ഒന്നും ഉപയോഗിക്കരുത്, നമുക്ക് കുറച്ച് മെമ്മറി ഉപയോഗിച്ചിട്ട് ചെയ്തു തരണം. ഓക്കെ, ഇതെന്താ CL ഡിവൈസസ് ടൈപ്പ് 1 എന്ന് വെച്ചാൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങൾ ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ GPU ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത്. ജസ്റ്റ് നിങ്ങളുടെ CPU മാത്രം ഉപയോഗിച്ചാൽ മതി. ഇഫ് യു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഐ എം ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ഇവിടെ ഉള്ളതുകൊണ്ട്. ഓക്കെ ഓക്കെ, ഇതെന്താ നിങ്ങൾക്ക് പറയണം. ഇത് നമ്മൾ നേരത്തെ സേവ് ചെയ്ത ടെക്സ്റ്റ്. അതായത് നമ്മൾ കൊടുക്കുന്ന ജ്യൂസിൻ്റെ ലിസ്റ്റില്ലേ, നമ്മൾ ആ അണ്ണനോട് പറയുന്നത്, അണ്ണാ ഞാൻ തരുന്ന ഈ ജ്യൂസുകളാണ്, അതായത് നമ്മൾ ടാർഗറ്റ് ഇതാണ്. ഓക്കെ, അതാണ് ഇത് ഇവിടെ കൊടുക്കുന്നത്. ഇനി നിങ്ങൾ അയാളുടെ കയ്യിലുള്ള ജ്യൂസിൻ്റെ പെട്ടിയില്ലേ, അതാണ് ഇത്. ഫസ്റ്റ് നമ്മളുടെ ടാർഗറ്റും നിങ്ങൾ അത് എന്ത് വെച്ച് കമ്പയർ ചെയ്യണമെന്ന് ഇവിടെയും കൊടുക്കും. ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് ഓക്കെ, ദിസ് ഇസ് ഹൗ യു ലേൺ. ഓക്കെ, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് അത് ചില ടൈമിൽ ചില വാർണിംഗ്സ് ഒക്കെ കാണിക്കും, അതൊന്നും വേണ്ടെങ്കിൽ ചെയ്തോളി. ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ദിസ് ഇൻ. ഇതാണ് കമാൻഡ്. ഓക്കെ, യു ലേൺ ലൈക്ക് ദിസ്. ഇനി നൗ ലെറ്റ്സ് ഗോ എൻറ്റർ. സ്റ്റാർട്ടഡ്. തുടങ്ങി. നോട്ട് ഇനഫ് അലൊക്കേറ്റഡ് മെമ്മറി. ഓക്കെ, അലൊക്കേറ്റഡ് മെമ്മറി ഇല്ലെങ്കിൽ ഓക്കെ, ഇതിൻ്റെ അകത്ത് കാണിക്കും ട്രബിൾ ഷൂട്ടിംഗ്. ഓക്കെ, ഇങ്ങനെ കേട്ടോ നിങ്ങൾ ട്രബിൾ ഷൂട്ടിംഗ് വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ഇവിടെ ട്രബിൾ ഷൂട്ടിങ്ങിൽ നിങ്ങൾ എറർ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് കൊടുക്കുക. അപ്പോൾ എനിക്ക് നോട്ട് ഇനഫ് ഇത് എന്ന് കാണിക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇത് എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ടഡ്. നോട്ട്, why is it showing it again? So map. ഓക്കെ, രണ്ടാമത് നോട്ട് ഇനഫ് ഇവൻ വിത്ത് 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് കൊടുക്കുക. give this command, let me clear this. Okay, this is how you use the troubleshooting. ഇത് വന്നത് നന്നായി. അതായത് നിങ്ങൾക്ക് എന്താ എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് ഇത് ഉണ്ടാകും. അതിൻ്റെ അകത്ത് ഹൈ ചാൻസസ് ഓൾറെഡി എറർ എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് ഉണ്ടാകും, PDF ഉണ്ടാകും. ഓക്കെ, let me give this. Okay, started. What's happening? Paste this. Okay, let me just allocate more memory. Just give me a second. Manage. Just give me a second. Let me just shut down. എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ VMന് വളരെ കുറച്ച് മെമ്മറി അലൊക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, എഡിറ്റ് വെർച്വൽ മെഷീൻ. Let me just increase memory. Okay, just give me a second. Sorry. In fact, നിങ്ങൾക്ക് ഇതേ പ്രശ്നം വന്നിട്ടെങ്കിൽ you can try doing the same. Let's check if this fixes it. I'm doing this with you guys. Kali. Okay, now let's try this. Right, paste ആകുന്നില്ല. I'll just type it out then. Okay, it's here. Okay, it's running. It's running. ഓരോന്ന് ചെക്ക് ചെയ്യണം. Okay, it's running. Alhamdulillah. It's running. Okay. Okay. Okay.
Now let's check. Now let's check down. Now let's check what all it got. Okay. Passwords 14. യെസ് യാ ഇതാണോ നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഫയലിൻ്റെ ഓക്കെ നമുക്ക് ലെറ്റ്സ് ഗോ ബാക്ക് ഓവർ ഹിയർ ഓക്കെ വിവ് ഗോട്ട് 2 പാസ്വേഡ്സ് ഓക്കെ നമ്മൾ നേരത്തെ ഇവിടെ സേവ് ചെയ്തപ്പോൾ എന്തായിരുന്നു നമ്മളുടെ അഡ്മിനും 54 ഓക്കെ അഡ്മിൻ്റെത് ഇതായിരുന്നു പിന്നെ ചാർലിൻ്റെ അല്ലേ കാണുന്നത് അതിൻ്റെ അകത്ത് വിറ്റ് ചാർലിയാണ് ഓക്കെ ചാർലിൻ്റെ എന്താണ് ചാർലിൻ്റെത് ഓക്കെ ചാർലി വിത്ത് വൈ ഓക്കെ 83 ഇതാണ് ഓക്കെ നോ ഓക്കെ നോ ദറ്റ്സ് എ മിസ്റ്റേക്ക് ഓക്കെ 1337 എന്ന് പറയുന്നതാണ് ആരുടെ ഒരു യൂസർ നെയിം ഓക്കെ ദർ വാസ് എ മിസ്റ്റേക്ക് ഈ യൂസർ നെയിമിൻ്റെ പാസ്വേഡ് എന്താണ് ചാർലി എന്നാണ് ഓക്കെ ഈ അഡ്മിൻ്റെ പാസ്വേഡ് എന്നാണ് ഇതെങ്ങനെ മനസ്സിലായി ഈ ഹാഷ് വാല്യൂ ഇല്ലേ ഈ ഹാഷ് വാല്യൂ ഡിഹാഷ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി ഇത് കിട്ടി പക്ഷെ നമ്മൾ 5 എണ്ണം കൊടുത്തല്ലോ 2 എണ്ണം മാത്രം കിട്ടി മീ ആസ്ക് യു ബാക്കി 3 എണ്ണം എന്തുകൊണ്ട് കിട്ടിയില്ല അതായത് നമ്മളുടെ കഥയിൽ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ നമ്മൾ 5 ജ്യൂസ് കൊടുത്തു 5 എണ്ണം ഏതൊക്കെ ഫ്രൂട്ട് ജസാഖ് ഖൈർ സിസ്റ്റർ ഇൻഷാ യുണീക്ക് ആയിരിക്കും എന്നല്ല യുണീക്കാണ് അതായത് rockq.txt എന്തില്ല ബാക്കി 3 ആളുകളുടെ ഹാഷ് വാല്യൂ ഇല്ല അതിനകത്തുള്ള ആ 14 മില്യൺ ആണെങ്കിൽ 14 മില്യൺ പാസ്വേഡ്സും ഹാഷ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അകത്തുള്ള ഒരു ഹാഷും ഇതെന്തില്ല യൂസർ ഗോർഡൻ ബീൻ്റെയോ യൂസർ പാബ്ലോൻ്റെയോ യൂസർ സ്മിത്തിൻ്റെയോ ഇതായിട്ട് മാച്ച് ആകുന്നില്ല യൂസർ ഇൻഫാക്ട് വെയിറ്റ് യൂസർ സ്മിത്തിയോ അഡ്മിനും രണ്ടുപേരും വെച്ച പാസ്വേഡ് എന്നാണ് കാരണം രണ്ടുപേരുടെയും ഹാഷ് വാല്യൂ സെയിമാണ് അതെങ്ങനെ എനിക്ക് മനസ്സിലായി അതിൻ്റെ ഉത്തരം ഞാൻ ഓൾറെഡി പറഞ്ഞു അതായത് അഡ്മിൻ്റെയും സ്മിത്തിൻ്റെയും പാസ്വേഡ് സെയിം ആണ് നമുക്ക് എന്ത് മനസ്സിലായി കാരണം രണ്ടുപേരുടെയും ഹാഷ് വാല്യൂ എക്സാക്ട്ലി സെയിമാണ് അപ്പം രണ്ടുപേരുടെയും ഹാഷ് വാല്യൂ സെയിം ആണെങ്കിൽ രണ്ടുപേരുടെ പാസ്വേഡ് എന്താണ് പാസ്വേഡ് തന്നെയാണ് ഓക്കെ Do you understand what I mean? Do you understand? Does it make sense? Does it make sense? Does it make sense? Yes. Okay. Now, അപ്പം what crack and what not? അപ്പം പാസ്വേഡ് ക്രാക്ക് ആയി. The word password itself in every word list ever made. പാസ്വേഡ് എന്ന് പറയുന്നത് എല്ലാ വേർഡ് ലിസ്റ്റിലും ഒക്കെ റോക്കി തുടങ്ങി അങ്ങനത്തെ ഒരുപാട് വേർഡ് ലിസ്റ്റുകളുണ്ട് അതിൻ്റെ അകത്ത് ഉണ്ടാവും. പിന്നെ ചാർലി ഭയങ്കര കോമൺ നെയിമാണ് അതും എന്താണ് അതിൻ്റെ ഹാഷ് വാല്യൂം കിട്ടി. ഓക്കെ ഗോർഡൻ്റെയും പാബ്ലോൻ്റെയും എന്തില്ല അതിൻ്റെ ഉള്ളിലില്ല. 2 cracked 2 survived. ആക്ച്വലി 2 അല്ല 3 cracked ആണ് ശരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരുടെ ഒരേ പാസ്വേഡ് ഉണ്ടായിരുന്നു. ദിസ് നോട്ട് ഫെയിലിയർ, ദിസ് ഇസ് എ ലെസൺ. ദ പാസ്വേഡ്സ് ദാറ്റ് ക്രാക്ഡ് വെ കോമൺ ഇനഫ് ടു ബി ഇൻ ദി rockq.txt. അതായത് rockq.txt കോമൺ പാസ്വേഡ് ഉണ്ടാകും. ദ വൺസ് ദാറ്റ് ഡിഡ് നോട്ട് ക്രാക്ക് വെ നോട്ട് കോമൺ ഇനഫ്, വിച്ച് ബ്രിങ്സ് us ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താണ് നിങ്ങളുടെ പാസ്വേഡ് എന്താണ് വളരെ കോമൺ പാസ്വേഡ് വെച്ചാൽ അത് പറഞ്ഞ എന്ത് ചെയ്യും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ പ്രെഡിക്റ്റബിലിറ്റി കിൽസ് പാസ്വേഡ്സ് മോർ ദാൻ ലെങ്ത്. നിങ്ങൾ ഒരുപാട് ലെങ്തി പാസ്വേഡ് അടിച്ചിട്ട് കാര്യമില്ല, ആ സാധനത്തിന് പ്രെഡിക്റ്റബിൾ ആവാൻ പാടില്ല. ഓക്കെ പാസ്വേഡ് 1 അപ്പോൾ ഡിഫറെൻറ്റ് ഹാഷിംഗ് ആൽഗോരിതം യൂസ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഹാഷ് വാല്യൂസ് ആയിരിക്കോ അതോ സെയിം? ഫെൻറ്റാസ്റ്റിക് ചോദ്യം. ലെറ്റ്സ് ഗോ ബാക്ക് ആൻഡ് ചെക്ക് ദാറ്റ്. ഓക്കെ നമുക്ക് നോക്കാം. കുറ്റ്യാടി 123 MD5 എന്ന് പറയുന്ന ആൽഗോരിതം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഇതാണ്. ഓക്കെ നമുക്ക് നോക്കാം. ഇത് പറയുന്ന പോലെ തന്നെ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഓക്കെ നമ്മുടെ PDF പറയുന്നത് നിങ്ങൾ എപ്പം ഇത് ചെയ്തോ ഒരു പാസ്വേഡിൻ്റെ ഹാഷ് വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും ഒരു ഹാഷിംഗ് ആൽഗോറിതം ഉപയോഗിച്ചാൽ. ഓക്കെ അപ്പം MD5 ഉപയോഗിച്ചിട്ട് നമ്മൾ MD5 ആണ് ഉപയോഗിച്ചത്. നമുക്ക് ഈ സാധനം എന്ത് ചെയ്യാം ഇതിൻ്റെ അകത്ത് കൊടുത്തു നോക്കാം. സോറി ഈ സാധനമല്ല പാസ്വേഡ്. ഓക്കെ നമുക്കിത് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഞങ്ങളോട് ചോദിക്കട്ടെ എന്തുകൊണ്ട് സെയിം സാധനം വന്നില്ല? ഇഫ് യു ആർ സ്മാർട്ട് ഇനഫ് യു ക്യാൻ ക്യാച്ച് ദിസ്. എന്തുകൊണ്ട് ഇതും സെയിം ആയില്ല? ഇഫ് യു ലുക്ക് ക്ലോസ്ലി, ഞാനിവിടെ സൂമിൻ ചെയ്യാം. ഓക്കെ എന്തുകൊണ്ട്? എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഞങ്ങൾക്ക്
500 ഗൂഗിൾ പേ തരും എനിക്കിത് ക്യാച്ച് ചെയ്യാൻ പറ്റിയാൽ. ജസാക്കല്ലാ ഖൈർ ബ്രദർ ഹാനി. I'll Google pay you 500 rupees. Fantastic. Fantastic. ഇതാണ് ലുക്ക് ഹാഷിംഗ് വാല്യൂക്ക് ഒരു സ്പേസ് മതി ഹാഷ് വാല്യൂ മാറ്റാൻ. ഞാൻ ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇഫ് ഐ ജനറേറ്റ് വല സെയിം തിങ് കണ്ടോ, CF99 CF99 5F4 DCC സെയിം തിങ്. Does that make sense? Brother Hani, Jazakallah khair, fantastic. I think I have your number. I'll Google pay. See, look like this. ഒരു സ്പേസ് no, yes, need this. You got this. Okay. This is how you need to observe. Okay, that was fantastic observation. Okay, അപ്പോൾ ഇവിടെ നമ്മളൊരു സ്പേസ് അടിച്ചാലും അത് ശേഷം അടിച്ചാലും ഇനി മുമ്പ് അടിച്ചു നോക്കാം. വെയിറ്റ്, നമുക്ക് ശേഷം അടിച്ചിട്ട് ഈ സാധനം ഇവിടെ നോക്കാം. അപ്പോൾ അവസാനിക്കുന്നത് 1A75 നമുക്കിനി മുമ്പ് അടിച്ചു നോക്കാം. കണ്ടോ, മുമ്പടിച്ചാൽ വേറെ ഹാഷ്, ശേഷം അടിച്ചാൽ വേറെ ഹാഷ്, സ്പേസ് അടിച്ചിട്ടില്ലെങ്കിൽ വേറെ ഹാഷ്. അപ്പോൾ എല്ലാത്തിനും വി നീഡ് ടു ബി കെയർഫുൾ. ഓക്കെ, അപ്പം അപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്വേഡ്സ് എന്താണ്, നിങ്ങളെപ്പോഴും സോറി നിങ്ങൾ ചോദ്യം ചോദിച്ചില്ല. അപ്പം ചോദ്യം ഇതായിരുന്നു, വേറെ ആൽഗറിതം ഉപയോഗിച്ചാൽ സെയിം ആണ് വരിക എന്ന് വെച്ചാൽ അല്ല. വേറെ SHA-1 ഹാഷ്, ഇത് വേറെ ഹാഷിങ് ആൽഗറിതാണ് SHA-1. ഓക്കെ, അപ്പോൾ SHA-1 ഹാഷിൽ ഇട്ടാൽ വേറെ ഇതാണ് വരിക. ഇതെപ്പോഴും സെയിം ആയിരിക്കും. SHA-1 നിങ്ങൾ ഒരേ പാസ്വേഡ് ഇട്ടടിച്ചാൽ അതെപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, MD5 ആൽഗറിതത്തിൽ ഇട്ടാൽ വേറെ ആയിരിക്കും വരിക, പക്ഷേ ഇറ്റ് ബി കൺസിസ്റ്റന്റ്. ഓക്കെ, now the $1 million question. How strong is your password? How strong is your password? There's actually a website for this. നമ്മളിത് മുമ്പ് ചെയ്തിരുന്നു, നമ്മളിപ്പോൾ ഇതൊന്നും ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഓക്കെ security.org ഉള്ളത്. ഓക്കെ give me a password. Make up a password. Let's check who may let's see let's say എൻ്റെ പാസ്വേഡ്, എൻ്റെ പേര് അമൻ. 100 മൈക്രോസെക്കൻഡ്സിനുള്ളിൽ ഹാക്ക് ചെയ്യാൻ പറ്റും to crack your password. Okay, you can try typing in your password. Let me try typing in my password. 2000 years. Okay, let me try typing in my laptop password. 200 million years. Just give me a second. They came and knocked on my door. I'm sorry. Just can you guys see me? Can you guys hear me? കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? യെസ്, ഓക്കെ. അപ്പോൾ ഇതെൻ്റെ ലാപ്ടോപ്പിൻ്റെ പാസ്വേഡാണ്. Now let me check if എൻ്റെ വർക്ക് അക്കൗണ്ടിൻ്റെ 34,000 years. Okay, so if I type in 123 123 123, instantly bam, hacked. Okay, even if I type I love you, I'll just type in my name, Amen. 3 weeks. Okay, let's say Amen
2003. 1 minute. Okay. That's a problem. നിങ്ങളെ പേരും നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്തും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്താൽ ആക്ട് ഹാക്ഡ് അല്ല, ക്രാക്ക് ചെയ്യാൻ പറ്റും, പൊട്ടൻഷ്യലി ക്രാക്കബിൾ. അപ്പോൾ ഈ വെബ്സൈറ്റ്സ് ഒക്കെ ബ്രീച്ച് ആയാലോ നമുക്ക് റാൻഡംലി ഇങ്ങനെ ഇടാൻ പറ്റുമോ? ദാറ്റ്സ് എ തിങ്. ഇത് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തത് ട്രസ്റ്റ് ഗെയിമാണ്. എൻട്രീസ് 100% സെക്യൂർ ആൻഡ് നോട്ട് സ്റ്റോർഡ് ഇൻ എനി വേസ് ഓർ ഷെയർഡ് വിത്ത് എനിവൺ ഇവർ പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത്. ഐഡിയലിസ്റ്റിക്കലി ഇങ്ങനത്തെ വെബ്സൈറ്റിലും കൊടുക്കാതൊക്കെയാണ് ഹയർ. ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. ദാറ്റ്സ് എ വെരി നൈസ്. ദാറ്റ്സ് ദി മോസ്റ്റ് സേഫസ്റ്റ് തിങ് ടു ഡു. ഓക്കെ, അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഇത് പറയുന്നത് തന്നെ, ആളുകൾക്ക് ആര് പേടിയുള്ളത് കൊണ്ട് തന്നെ. ഓക്കെ, അപ്പം ഇതൊരു ട്രസ്റ്റ് ഗെയിമാണ്. ഐ വുഡന്റ് റെക്കമെൻഡ്. ഇവർ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇതേതോ സെക്യൂരിറ്റി വെബ്സൈറ്റ് ആണ്. ഇതൊരു വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ്. ഓക്കെ, അവരുടെ സെക്യൂരിറ്റി അവർക്ക് അല്ലെങ്കിൽ ഭയങ്കര ലീഗൽ പ്രശ്നം വരും, അതുകൊണ്ട് അവർ ചെയ്യുന്നുണ്ടാവില്ല. ഇതെല്ലാം അസംഷനിൽ. ഓക്കെ നൈസ്. അപ്പോൾ ഇതാണ് ഏറ്റവും ദീസ് ലിസ്റ്റ് ബെയർലി ചേഞ്ച് ഫ്രം ഇയർ ടു ഇയർ. പീപ്പിൾ കീപ് യൂസിങ് ദ സെയിം വീക്ക് പാസ്വേഡ്സ്. ഓക്കെ, അപ്പം നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം 20 common passwords. ഓക്കെ, ഇതുണ്ടോ? 1 2 3 4 5 6 admin 1 2 3 4 5 6 blah, blah, blah. Same thing. Okay, Gen Z, younger internet users tend to use pop culture terms skibidi, but they still overwhelmingly default to the same 1 2 3 4 5. Okay, see, നമ്മളല്ലേ നിങ്ങൾ ചോദിച്ചില്ലേ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ ഈ മറ്റേ ഇത് അപ്ഡേറ്റ് ചെയ്യൂലേന്ന്. അപ്ഡേറ്റ് ചെയ്തിട്ട് ജെൻസി വരെ എന്താണ്, they are rolling back to the same mistakes. ഒരു മിനിറ്റ്. Oh, my bad. Okay. അപ്പോൾ local variant in India at 1 2 3 is notoriously common. Okay, ranking inside the top 60 most used passwords. നമുക്ക് വേണമെങ്കിൽ നോക്കാം. നോട്ട് പാസിംഗ് ഒക്കെ അറിഞ്ഞൂടെ? നോട്ട് VPN എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും. Okay, let's check the most common passwords. Okay, 1 2 3 4 5 ഇതെല്ലാം global, all countries. Let's check India എവിടെ? India 1 2 3 4 5 6 pass at 1 2 3 and save welcome 1 2 3 mirror 2009. Well, that's mirror 2009. 1,38,000 ആൾക്കാർ ഉപയോഗിച്ച പാസ്വേഡാണ് മിറർ 1 2. സോറി, തുമ്മൽ വന്നത്. ഓക്കെ, ഇത് നോക്കാം. ജെൻസിന്റെ പാസ്വേഡ്സ് ഏറ്റവും കോമൺ 1 2 3 4 5. Pakistan 1 2 3. The myth of the digital native. We tend to assume that younger generations, online digital natives, having grown immersed in the online world, they possess innate understanding of cyber security and its risk. However, our research has debunked this misconception. In fact, the password habits of an 18-year-old are strikingly similar to those of an 8-year-old. Take a closer look at how common password vulnerabilities persist across 5 generations. 5 generation ആണ്. Gen Z, millennials, okay, ജനറേഷൻ എക്സ്. എത്ര വയസ്സുള്ള ആളുകളാ ജനറേഷൻ എക്സ്? ബേബി ബൂമേഴ്സ് എന്ന് വെച്ചാൽ അന്ധകാലുള്ള ബേബി ബൂമേഴ്സ്. അവരുടെ ടൈമിൽ കോമൺ പാസ്വേഡ്സ് 5th മോസ്റ്റ് കോമൺ ഇസ് കോൺട്രസെന്യ. 6th is Susanna, 7th is Sylvia, ഗ്രേസിയേല, മോണിക്ക, ക്ലോഡിയ. അന്നത്തെ ടൈമിൽ അതായിരുന്നു തോന്നുന്നു ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളത്. ഓക്കെ, സൈലന്റ് ജനറേഷൻ വിർജീനിയ, റൊഡോൾഫോ. വാട്ട്സ് കോട്രസെന്യ? ഭയങ്കര ഒരുപാട് ആളിടുന്നുണ്ടല്ലോ കോട്രസെന്യ. You look at this. കോട്രസെന്യ എന്ന് വെച്ചാൽ പാസ്വേഡ്. See, same across cultures, across languages. People tend to make these same mistakes. Subhanallah, ഇതൊക്കെ ആളുകളുടെ മനസ്സ് എന്ത് കോമൺ ആണ് നോക്ക്. സ്പാനിഷുള്ള ഒരാൾ നമ്മളിപ്പോൾ കോട്രസെന്യ, ഞാൻ പെട്ടെന്ന് കോട്രസെന്യ വിചാരിച്ചു എന്തോ വലിയ പാസ്വേഡാണ്. ഇറ്റ് ജസ്റ്റ് മീൻസ് പാസ്വേഡ്. ഓക്കെ, സോ നമ്മൾ ഭാഷയിൽ പാസ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അത് അങ്ങനെ ഒരുപാട് ആൾ വിചാരിച്ചിട്ടുണ്ടാവും. ഓക്കെ, പാസ്വേഡ് ഒന്നും അടിക്കണ്ട, നമുക്ക് സ്പാനിഷിൽ അടിക്കാം. അങ്ങനെ എത്ര ആൾ വിചാരിച്ചു? അങ്ങനെ എത്ര ആൾ വിചാരിച്ചതില്ല. ബട്ട് ഇറ്റ് വാസ് ഒരുപാട് ആൾ വിചാരിച്ചു ടു ദി എക്സ്റ്റെൻറ്റ് അത് 6th മോസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഓക്കെ,
ജനറേഷൻ സി എന്ന് വെച്ചാൽ 1997 to 2007. ഓക്കെ, അപ്പോൾ ഞാനൊക്കെ ജനറേഷൻ സിയാ. ഓക്കെ, ജെൻസി. ഓക്കെ, അതാണ് ജെൻസി. ഓക്കെ, അപ്പം ഞാനല്ല ജെൻസിയാ. മനസ്സിലാകുന്നത് ഇതിൻ്റെ അകത്തുള്ള എല്ലാ ആൾക്കാരും ജെൻസി. വേറെ ഏതെങ്കിലും മില്ലേനിയൽസ് ആരെങ്കിലും ഉണ്ട് അതിൻ്റെ അകത്ത്? ഐ എം അസ്യൂമിങ് നോ. ഓക്കെ, എല്ലാവരും ജെൻസിയാന്ന് ഞാൻ തോന്നുന്നത്. മില്ലേനിയൽസ് 1981 മുതൽ 1996 വരെ. ജനറേഷൻ എക്സ് എന്ന് വെച്ചാൽ 1965 മുതൽ 1980 വരെ. ബേബി ബൂമേഴ്സ് എന്ന് വെച്ചാൽ 1946 മുതൽ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുമ്പ് മുതൽ 1964. സൈലന്റ് ജനറേഷൻ എന്ന് വെച്ചാൽ 1946 മുമ്പുള്ള ജനറേഷനാണ് സൈലന്റ് ജനറേഷൻ. ഓക്കെ, അപ്പം ദാറ്റ്സ് ദ തിങ്. ഓക്കെ, ബാക്ക് ടു ദി പാസ്വേർഡ്സ്. അപ്പോൾ ബാക്ക് ടു അവർ. ഓക്കെ, അപ്പം ഇതാണ് അവസ്ഥ. ഓക്കെ, ലിങ്ക്ഡിനിലെ 2012 നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഡാറ്റ ബ്രീച്ച് സംഭവിച്ചു. 117 പാസ്വേഡ്സ് MD5 ഹാഷസ് ആയിട്ട് അത് പുറത്തായി. 72 മണിക്കൂർ 3 ദിവസം കൊണ്ട് പാസ്വേഡ്സ് പാസ്വേഡ്സ് ക്രാക്കായി. എങ്ങനെ ക്രാക്കായി? കാരണം 90% ആളുകൾ ഉപയോഗിച്ചത് കോമൺ പാസ്വേഡ്സ് ആയിരുന്നു. ഏറ്റവും കോമൺ ആയിട്ടുള്ള ലിങ്ക്ഡിൻ 1 2 3 4 5 6 ഇതൊക്കെ കൊണ്ടാണ് ഈ എന്ത് ചെയ്യുന്നത്, ഈ വെബ്സൈറ്റുകൾ നിങ്ങളെ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് ഉപയോഗിക്കടാ, ക്യാപിറ്റൽ ഉപയോഗിക്കടാ, സിമ്പിൾ ഉപയോഗിക്കടാ, മറ്റേ എന്താണ് സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ രണ്ടും ഉപയോഗിച്ച് അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ അങ്ങനെങ്കിലും നിങ്ങളെ നിർബന്ധിച്ചിട്ടെങ്കിലും നിങ്ങളൊരു യുണീക്ക് പാസ്വേഡ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. 1 breach, 1 weak password, multiple accounts compromised. This is called credential stuffing. How to prevent credential stuffing? Use Microsoft Authenticator. നിങ്ങൾ iOS-ലാണെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആപ്പുകൾ ഉപയോഗിക്കാം. എന്തുകൊണ്ടും അത് ഉപയോഗിക്കാൻ പറയുന്നത്, കാരണം അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ പാസ്വേഡ്സും യുണീക്ക് ആയിട്ടുള്ള പാസ്വേഡ്സ് സേവ് ചെയ്ത് വെക്കാം. മറ്റേതോ മനുഷ്യന്മാരാണ്, നമുക്ക് ചിലപ്പോൾ 50 ഡിഫറെൻറ്റ് സ്ഥലങ്ങൾ നമുക്ക് സൈൻ ഇൻ ചെയ്യേണ്ടി വരും. എല്ലാ സ്ഥലത്തും നമുക്ക് പുതിയ പാസ്വേഡ് ഒന്നും ഓർമ്മിച്ച് വെക്കാൻ പറ്റൂല. അപ്പോൾ സ്ട്രോങ് പാസ്വേഡ്സ്, മൈക്രോസോഫ്റ്റ് ഓത്തൻറ്റിക്കേറ്റർ, പിന്നെ മറ്റേ ഈ iOS-ന്റെ പാസ്വേഡ്സ് പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കാം. ഓക്കെ, അത് ഗൂഗിൾ പാസ് സേവർ. ഓക്കെ, ഗൂഗിൾ പാസ് സേവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, ഹാവ് എ ബീൻ പോണ്ട് നമ്മൾ മുമ്പ് ഇത് ചെയ്തിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ ഇത് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഹാവ് എ ബീൻ പോണ്ട് പോയി നോക്കിയാൽ സേഫ് ആണോ? യെസ്, സേഫ് ആണ്. ഗൂഗിൾ പാസ് ഒക്കെ സേഫ് ആണ്, ഇൻഷാ അല്ലാഹ്. ടിൽ നൗ ഇറ്റ്സ് സേഫ്. നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ അക്കൗണ്ട് സേഫ് ആണോ അല്ലയോ എന്നുള്ളത്. പണ്ടത്തെ 3 ഡാറ്റ ബ്രീച്ചിൽ വന്നു. ഓക്കെ, 2020 വാട്ട്പാഡ്, 2019 ക്യാൻവ. ഇനി ഞാൻ അടുത്ത സ്ക്രോൾ ചെയ്യുന്നതിന് മുമ്പ്, നമ്മളെ പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് 9 വയസ്സെങ്ങാനുള്ളപ്പോൾ ഉണ്ടാക്കിയ അക്കൗണ്ടാണ്. സോ പ്ലീസ് ഡോണ്ട് ജഡ്ജ് മീ ഓൺ അടുത്ത ഡാറ്റ ബ്രീച്ച് ചെയ്തതിലാണ് പോയത് ഇത്. അതുകൊണ്ട് ഒരു ടൈമിൽ ഡബ് സ്മാഷ് ഭയങ്കര ഇതായിരുന്നില്ല. സോ ഐ വാസ് വെരി യങ്. അപ്പം ഡബ് സ്മാഷിൽ ഞാൻ ലോഗിൻ ചെയ്തിരുന്നു. അപ്പോൾ ഡബ് സ്മാഷിൽ എൻ്റെ ഈ ഡീറ്റെയിൽസൊക്കെ ഇതൊക്കെ പോയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ അല്ലെങ്കിൽ മൊത്തത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് എൻ്റെ പോയിട്ടുണ്ടോ? ഓക്കെ, 2018 അപ്പോൾ നിങ്ങൾ അടിച്ചു നോക്കി, നിങ്ങളെ മെയിൽ ID ഇവിടെ അടിച്ചു നോക്കിയാൽ ഏതൊക്കെ ഇതിൽ പോയി നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. ഓക്കെ, അപ്പം that was dehashing, that was hashing. How to actually defend. ഓക്കെ, ഇതെങ്ങനെ ഡിഫെൻഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. MD5 for websites use bcrypt. ഓക്കെ, MD5 is designed for password hashing fastest. അപ്പോൾ നിങ്ങൾക്ക് ഈ പാസ്വേഡ് മാനേജേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, പാസ്വേഡ് മാനേജേഴ്സ് ഉപയോഗിക്കാം. യൂസ് പാസ് ഫ്രേസസ് where you must remember 4 random words like purple volcano, notebook fish, long memorable, practicable and crackable. അതായത് എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടായാലും കുഴപ്പമില്ല, പക്ഷേ മേക്ക് ഇറ്റ് എന്താണ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ പറയാണ് ഇപ്പം എന്താ പറയുക, നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റ് ഷിഫ്റ്റ് അടിച്ചിട്ട്, ഇപ്പം ലെറ്റ്സ് എൻ്റെ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 348 ആണെങ്കിൽ 3 $4.8 ഓക്കെ, ആ 3 സിമ്പിൾസ് നിങ്ങൾക്ക് ഓർമ്മിച്ചേക്കാം. ഓക്കെ, അപ്പം അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര നോൺ സംഭവമാണ്. പക്ഷെ ആളുകൾക്ക് അതറിയില്ല. ആളുകൾ ഈ സാധനം കാണുമ്പോൾ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ആളുകളല്ല, സിസ്റ്റം അത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് യുണീക്ക് പാസ്വേഡ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇനി
നമ്മൾ മുമ്പത്തെ സെഷനിൽ പറഞ്ഞ പോലെ ഓൾവേസ് 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 നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് സാധനമാണോ എനേബിൾ ടു ഫാക്ടർ ഒത്തൻറ്റിക്കേഷൻ. അതായത് നിങ്ങളുടെ പാസ്വേഡ് പച്ചക്ക് ഒരാൾക്ക് കിട്ടിയാലും നിങ്ങളുടെ OTP ഒരു സെറ്റ് നമ്പർ ഓഫ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കിട്ടാതെ അയാൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കടക്കാൻ പറ്റൂല. അതിനെന്ത് ചെയ്യണം? വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. നമ്മൾ വീട്ടിലെ കുറ്റി ഇടുന്ന പോലെയാണ്. ഇടാൻ എളുപ്പമാണ്. ഒരാൾ ടോയ്ലറ്റിൽ കയറി കുറ്റി ഇടൽ എളുപ്പമുള്ള പരിപാടിയാണ്. പക്ഷെ അത് കുറ്റി ഇടാത്തത് കൊണ്ട്, ലോക്ക് ചെയ്യാത്തത് കൊണ്ട് ഒരാൾക്ക് ഉള്ളിൽ കയറാൻ പറ്റും. അപ്പം അതിനുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസ് വലുതാണ്. പക്ഷെ അത് അതിൻ്റെ സേഫ്റ്റി മെഷർ വളരെ എളുപ്പമാണ്. അപ്പം നിങ്ങൾ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും ഗൂഗിൾ പ്ലേയിൽ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടിൽ ആയാലും 2 ഫാക്ടർ ഒത്തൻറ്റിക്കേഷൻ ഓണാക്കുന്നതാണ് ദി ബെസ്റ്റ് പ്രാക്ടീസ്. ഓൾറൈറ്റ്. അപ്പം ഇതാണ് റാപ്പപ്പാണ് നമ്മൾ SQL ഇഞ്ചക്ഷൻ നമ്മൾ ചെയ്യാൻ നോക്കി. പക്ഷേ DVWA വർക്ക് ചെയ്തില്ല. ഹാഷിങ് എന്താണെന്ന് നോക്കി, ഹാഷ് ക്യാറ്റ് എന്താണെന്ന് നോക്കി, റോക്യൂവിൻ്റെ കഥ കേട്ടു, ഹാഷ് ക്യാറ്റ് നമ്മൾ ലൈവിൽ ചെയ്തു. രണ്ടാളുകളുടെ എന്തുകൊണ്ട് ക്രാക്ക് ചെയ്തില്ല എന്ന് നോക്കി. ഓക്കെ, ആ സ്റ്റുഡൻറ്റ് നേരത്തെ കഴിഞ്ഞ സെഷനിൽ ഉള്ളൊരു പാസ്വേഡ് എന്തുകൊണ്ട് സ്ട്രോങ് പാസ്വേഡ് വെച്ചിട്ട് പിന്നെന്താ കാര്യം എന്ന് ചോദിച്ചില്ലേ. സ്ട്രോങ് പാസ്വേഡ് വെച്ചിട്ടുള്ള കാര്യം എന്താണ്? നിങ്ങളുടെ ഹാഷ് വാല്യൂ ഇങ്ങനത്തെ ലിസ്റ്റുകളിൽ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഗുണം. ഓക്കെ, പിന്നെ എത്ര ടൈം എടുക്കും? ഭയങ്കര സ്ട്രോങ് പാസ്വേഡ്സ് ഉപയോഗിച്ചാൽ, ഇപ്പം എൻ്റെ പാസ്വേഡ് ഉപയോഗിച്ച് അതിനകത്തല്ലേ 32,000 ഇയേഴ്സ് എടുക്കും. അത്രയും ടൈം എടുക്കും. ഓക്കെ, പിന്നെ ബീക്രിറ്റ്, ആർഗൺ ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കി. അതിൽ പാസ്വേഡ് സ്റ്റോറിങ് അതൊക്കെ ഗുഡ് പ്രാക്ടീസസ് ആണ്. ഓക്കെ, നത്തിങ് സീരിയസ് അല്ല, നത്തിങ് നമ്മൾ പുതുതായി ഭയങ്കരമായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, സോ that was today's session. Hope that was nice. Inshallah, hope you learned something new. Okay, so if there's no chats, I'll stop the screen sharing. Okay, okay, assalamu alaikum. Okay, okay, എനിക്കൊരു NGL വന്നിനു കഴിഞ്ഞ ആഴ്ച. I don't know if അയാൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. ദ റീസൺ ഞാൻ NGL ഉത്തരം പറഞ്ഞ ഫാമിലിയിൽ ഒരു മരണം നടന്നു, റഹിമഹുള്ള. അപ്പം അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഉത്തരം തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ഉത്തരം തരാൻ പറ്റാണ്ടായി പോയത്. ഓക്കെ, ഞാൻ ഉത്തരം തരാമെന്ന് പറഞ്ഞ ദിവസമായിരുന്നു ആ മരണം ഉണ്ടായത്. അപ്പം NGL വന്നതൊന്നുമില്ല. ഒരാളുടെ ക്രീപ്പി കസിൻ അയാളുടെ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ അത് നമുക്ക് ഹാക്ക് ചെയ്ത് നിർത്താൻ പറ്റുമോ? ദി ആൻസർ ഈസ് അൺഫോർച്ചുനേറ്റ്ലി നോ. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യണമെങ്കിൽ ഭയങ്കര സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫോണൊക്കെ ഹാക്ക് ചെയ്യാന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത്, അൺലെസ് അയാൾ എന്തെങ്കിലും മണ്ടത്തരം ചെയ്യാണ്ട് ഫോണിൻ്റെ സെക്യൂരിറ്റി ബൈപ്പാസ് ചെയ്യലൊക്കെ കുറച്ചൊരു പണിയുള്ളതാണ്. ഇൻഫാക്ട് അങ്ങനെ എന്തെങ്കിലും ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു ടെക്നീക്ക് നിങ്ങൾ കണ്ടുപിടിച്ചാൽ അത് നിങ്ങൾക്ക് ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, സംടൈംസ് ഇവൻ മില്യൺസ് ഓഫ് ഡോളേഴ്സിന് വെക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു 0 day വൾണറബിലിറ്റി എന്ന് പറയും. അതായത് 0 day വൾണറബിലിറ്റി, അതായത് നിങ്ങൾ അത് കണ്ടുപിടിച്ചതും അത് പാച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അത് പാച്ച് ആയിട്ടില്ല. ബേസിക്കലി നിങ്ങൾ ആ ഒരു വൾണറബിലിറ്റി കണ്ടാൽ എനിക്കിങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അങ്ങനെ ആരാണ് വിറ്റാൽ എന്താണ് ആ വൾണറബിലിറ്റി വാങ്ങാൻ there are bad people. ഓക്കെ, അപ്പോൾ അത്രയും ബിഗ് ഗെയിംസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ നോ, I think you can just go up to him and you can just let him know that please don't take my photos. It's a very creepy thing to do. Okay, അതുപോലെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യാം. We can do that very easily. ആളുകളെ പേടിപ്പിക്കാൻ, സൈബർ സെക്യൂരിറ്റി വെച്ച് ആളുകളെ പേടിപ്പിക്കാൻ. I'm not saying you're supposed to do that, but sometimes it may be required, you know. അപ്പം അവരുടെ പേടിപ്പിക്കാൻ എളുപ്പമാണ്. I'm not saying you should be using this, but അവരുടെ പേര് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ, ഇപ്പം ഞാൻ ചാറ്റിൽ ടൈപ്പ് ചെയ്യാം. ഇപ്പം എൻ്റെ പേരാണെങ്കിൽ അമൻ ഫയൽ ടൈപ്പ്. നമ്മളിത് മുമ്പ് OCനും പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അയാളുടെ പേരുള്ള PDF ഉള്ള എല്ലാ സാധനവും കിട്ടും. ദ ഗുഡ് ന്യൂസ് ഇസ് അയാളുടെ പേര് ഇപ്പം അമൻ തയ്യിൽ, അല്ലെങ്കിൽ അമൻ കൊച്ചു വളപ്പൻ വീട്ടിൽ, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ എനിക്ക് മാത്രം ഉണ്ടാകുന്ന എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും മലയാളം അല്ലെങ്കിൽ സ്പെഷ്യൽ യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ്. അപ്പോൾ അയാളെ മാത്രം അയാളുടെ ഡീറ്റെയിൽസ് കിട്ടും. ഇനി ഫയൽ ടൈപ്പ് PDF എന്ന് കൊടുക്കാണ്ട് ഇപ്പം ദാറ്റ്സ് എൻ്റെ പേര് അമൻ കുനിയിൽ ഷാജഹാൻ അങ്ങനെയാണെന്ന് വെച്ചോ. ഓക്കെ, അപ്പം ദാറ്റ്സ് നോട്ട് മൈ നെയിം ബൈ ദ വേ. ഓക്കെ, അപ്പം ഞാനിങ്ങനെ കൊടുത്താൽ എൻ്റെ പേര് മാത്രമുള്ള ഇത് കിട്ടും. അപ്പം അത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അതിൻ്റെ അകത്തുള്ളത്, എൻ്റെ പേരിൽ മാത്രം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ ഉപയോഗിച്ച് എന്തെങ്കിലും അയാളെ പേടിപ്പിക്കുക ചെയ്യാന്നല്ലാണ്ട്, and I'm not saying you're supposed to do that. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു person's cousin was taking pictures of a sister and she was creeped out. He was asking whether we can hack into his phone. No, the answer is no.
It's not that straightforward, right? Any other questions related to this or related to anything? No questions? The recording is stopped. Okay. So inshallah you can leave. Okay. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.